എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ അബുൽ ബഷർ ആദം നബി അലിഹിസ്സലാം, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹ, നമ്മുടെ വാപ്പയുടെയും ഉമ്മയുടെയും ചരിത്രം നമുക്കറിയാം. രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ആദം നബി അലിഹിസ്സലാമിനെ സൃഷ്ടിച്ചു. പിന്നെ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹയെ സൃഷ്ടിച്ചു. രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന സ്വർഗ്ഗത്തിലേക്ക്, അല്ലാഹുവിന്റെ ഖുർആൻ പോലും ആ സ്വർഗ്ഗത്തെ കുറിച്ച് വിശേഷിപ്പിച്ചത്, എന്റെ പ്രിയപ്പെട്ടവരെ, ലഹും ജന്നാത്തിനു തുജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മുടെ വാപ്പയായ ആദം നബിയെയും നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് രണ്ടുപേരെയും കടത്തിവിടുമ്പോൾ ആദം നബിയോടും ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹയോടും അല്ലാഹു പറഞ്ഞത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ആദം നബിയോടും തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടും അല്ലാഹു പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, യാ ആദം ഉസ്കുൻ അൻത വ സൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ആദം നബി അലൈഹിസ്സലാമിനെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരെയും അല്ലാഹു സ്വർഗത്തിലേക്ക് കടത്തിവിടുന്ന സമയത്ത് രണ്ടുപേരോടും പറഞ്ഞു, ഇതിനകത്ത് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും തിന്നാം, എന്ത് വേണമെങ്കിലും കുടിക്കാം, എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാം, പക്ഷേ ലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂന മിനൽ ളാലിമീൻ. ആ കാണുന്ന ഒരേ ഒരു മരത്തിനെ സൂക്ഷിക്കണമെന്ന് ആദം നബിയോടും ഹവ്വാ ബീവിയോടും അല്ലാഹു രണ്ടുപേരോടും പറഞ്ഞിട്ടാണ് കടത്തിവിടുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രമറിയാ, അവസാനം അല്ലാഹുവിനോട് ചെയ്ത കരാർ ലംഘിക്കുകയാണ്. അല്ലാഹുവിനോട് ചെയ്ത കരാർ ലംഘിക്കുകയാ. അങ്ങനെ ആദം നബിയെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുകയാ. ഉടുതുണി പോലും കൊടുക്കാതെ വാപ്പാനെയും ഉമ്മാനെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അതാ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. പടച്ചവൻ അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സ്വർഗ്ഗത്തിൽ നിന്ന് ദുനിയാവിലേക്ക് അതാ ആദം നബിയെയും ഹവ്വാ ബീബിയെയും അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന സമയത്ത് അല്ലാഹു നമുക്കൊരു വാഗ്ദാനം ചെയ്തിരുന്നു. എന്താണ് ആ വാഗ്ദാനം എന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിലേക്ക്, ഈ ഭൂമിയിലേക്ക് ആദം നബിയെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ അല്ലാഹു വാഗ്ദാനം ചെയ്തത് നിർഭയത്വമാണ്. അല്ലാഹു അവിടെ നിന്ന് നിർഭയത്വം കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്റെ ദൃഷ്ടാന്തം നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അത് പിൻപറ്റുന്നവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹു നിർഭയത്വം തരാമെന്ന് പറഞ്ഞിട്ടാണ് ദുനിയാവിലേക്ക് കടത്തിവിട്ടത്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ദുനിയാവിലേക്ക് അതാ ആദം നബിയും ഹവ്വാ ബീവിയും കടന്നു വന്നു. പിന്നെ ഇങ്ങനെ തലമുറകളായി ഞാനും നിങ്ങളും ഇങ്ങനെ കടിച്ചുകൂടുമ്പോ അല്ലാഹു നമുക്ക് നിർഭയത്വം തരാമെന്ന് പടച്ചവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചോദിക്കും, ഉസ്താദേ, ഭൂകമ്പം എന്തിനാണ്? ജലപ്രളയം എന്തിനാണ്? ഉരുൾ പൊട്ടുന്നത് എന്തിനാണ്? ഓക്കിയടിക്കുന്നത് എന്തിനാണ്? സുനാമി ഉണ്ടാകുന്നത് എന്തിനാണ്? അല്ലാഹു നിർഭയത്വം തരാമെന്ന് പറഞ്ഞിട്ട് പടച്ചവന്റെ അദാബുകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് നിർഭയത്വം തരാമെന്ന് പറഞ്ഞിട്ട് ദുരന്തങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോ എന്താണ് അതിന്റെ കാരണം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ, ഒരു വെള്ളപ്പൊക്കമുണ്ടാകുമ്പോ, ഒരു ഭൂകമ്പമുണ്ടാകുമ്പോ, ഉരുൾപൊട്ടുന്ന സമയത്ത് 5 നേരം നിസ്കരിക്കുന്നവർക്കും അത് ബാധകമാണല്ലോ. അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുന്നവരുണ്ട്, നിസ്കരിക്കുന്നവരുണ്ട്, ഖുർആൻ ഓതുന്നവരുണ്ട്, സദഖ കൊടുക്കുന്നവരുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട്, വഅദ് പറയുന്നവരുണ്ട്, വഅദ് കേൾക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നല്ലവർക്കും മോശമായ ആൾക്കാരെയും ഈ ദുരന്തം ഇങ്ങനെ പിടിപെടുന്നുണ്ടല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? എന്റെ
പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്തിനാണ് അള്ളാഹു ഈ ദുരന്തങ്ങളൊക്കെ നമുക്ക് തരുന്നതെന്നറിയുവോ? നമ്മുടെ ഈമാൻ അളക്കാരാ, നമ്മുടെ വിശ്വാസം അളക്കാരാ. നമ്മുടെ ഈമാൻ ഉറച്ച വിശ്വാസമാണോ? നമ്മുടെ ഈമാൻ ഉറച്ചതായ ഈമാനാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നമുക്ക് അദാബ് തരുന്നത്, പടച്ചറപ്പ് പരീക്ഷണം തരുന്നതെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ അത് അല്ലാഹു തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെട്ടവർ അള്ളാഹു അതാ പല പരീക്ഷണങ്ങൾ കൊടുക്കെടുത്തിട്ടും പരീക്ഷിക്കുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഈമാനിനെ അളക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അള്ളാഹു തന്നെ പറയുന്നു എങ്ങനെയാണ് അള്ളാഹു പരീക്ഷണം കൊടുക്കുക. അള്ളാഹു അവന് ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാണ്, അവന് പട്ടിണി കൊടുത്ത് പരീക്ഷിക്കുകയാണ്, അവന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെടുത്തുകയാണ്, അവന്റെ കൃഷിയിടങ്ങൾ മുഴുവനും നശിപ്പിക്കുകയാണ്, അവന് അതാ മാരക രോഗങ്ങൾ കൊടുക്കുകയാണ്, സ്വന്തം മക്കളെ അവനെ കൊണ്ട് തന്നെ കബറടപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, അള്ളാഹുവിന്റെ അദാബുകൾ ഇറങ്ങിയ വർഷമാണ്. ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പല സ്ഥലങ്ങളിലും നമ്മളോട് പറയുന്നത് എന്തെന്നറിയുവോ? നിങ്ങൾ എന്തേ ചിന്തിക്കാത്തതെന്തേ? നിങ്ങൾ എന്തേ വന്നിട്ട് പഠിക്കാത്തതെന്ത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പല സ്ഥലങ്ങളിലും പല പല മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞിട്ട് ഓർമ്മപ്പെടുത്തി തരുമ്പോ അള്ളാഹുവെ അതിൽ നിന്ന് പാഠം പഠിക്കാതെ പിന്നെയും മുന്നോട്ട് കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പണ്ടൊക്കെ വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലിറങ്ങുമ്പോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും പടച്ചവനെ ഭൂകമ്പമുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, ഓരോ ദുരിതത്തിന്റെ പേര് പറഞ്ഞിട്ട് പടച്ചവരെ പള്ളിയുടെ മുന്നിൽ പിരിവ് നടത്തിയിട്ടുണ്ട്, കടകളിൽ പിരിവ് നടത്തിയിട്ടുണ്ട്, വീടുകൾ തോറും കയറി ഇറങ്ങിയിട്ട് നല്ല നല്ല മനുഷ്യ സ്നേഹികൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്ന് നമ്മൾ ചിന്തിച്ചത് അവിടെയല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ നാട്ടിലും കടന്നു വന്നിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, കേരളം ദൈവത്തിന്റെ നാടാ. എവിടെ വന്നാല് കേരളത്തിൽ വരൂല, കാരണം ദൈവത്തിന്റെ നാടാണെന്നുള്ള ഒരു അഹങ്കാരം നമ്മളിൽ പലർക്കും ഉണ്ടായിരുന്നു. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു നാടിനെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു നാടിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ആ നാട് ദൈവത്തിന്റെ സ്വന്തം നാടിനെ പോലെയുള്ള ഒരു നാടായിരുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഏത് നാടിനെ കുറിച്ചാണ് പറയുന്നതെന്നറിയുവോ? അള്ളാന്റെ ഖുർആൻ പറയുകയാ, ലഖദ് കാന ലിസബബിൻ ഫീ മസ്കനിഹിം ആയാ ജന്നതാനി അനിൽ യമീനി വശിമാൽ കുലൂ മിൻ റിസ്കി റബ്ബി വഷ്കുറൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു നാടിനെ കുറിച്ച് പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ളവരെ, അത് ദൈവത്തിന്റെ നാട് പോലെയുള്ള ഒരു നാടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ സബ എന്ന് പറയുന്ന ഒരു നാടിനെ കുറിച്ച് പറഞ്ഞു തരികയാ. ആ നാടിന് അല്ലാഹു കൊടുത്ത അനുഗ്രഹം എന്തെന്നറിയോ? ആ നാടിന് അല്ലാഹു കൊടുത്ത അനുഗ്രഹം എന്താ? എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ജനങ്ങളതാ ചരിത്രം പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച നാടായിരുന്നു ആ നാട്. ഒരു പെണ്ണങ്ങാണം തന്റെ തലയില് ഒരു കുട്ട വെച്ചുകൊണ്ട് മരത്തിന്റെ ചുവട്ടിലൂടെ നടന്നു പോയാല് അല്ലാഹു ആ നാടിനെ സ്വർഗത്തെ കുറിച്ചല്ല പറയുന്നത്, ഈ ഭൂമിയിലെ ഒരു നാടിനെ കുറിച്ചാ പറയുന്നത്. അല്ലാഹു ആ നാടിന് ചെയ്ത അനുഗ്രഹം എന്തെന്നറിയുമോ? ഒരു പെണ്ണങ്ങാണം തന്റെ തലയിൽ ഒരു കുട്ട വെച്ചിട്ട് അതാ പഴങ്ങൾ വളരുന്ന പഴങ്ങളുള്ള തോട്ടത്തിലൂടെ തലയിൽ ഒരു കുട്ട വെച്ചിട്ട് നടന്നു പോയാ എന്റെ പ്രിയമുള്ളവരെ, പഴങ്ങൾ വീണിട്ട് ആ കുട്ട നിറയുമായിരുന്നു. അത്രയും അല്ലാഹു അനുഗ്രഹം ചെയ്ത ഒരു നാടാണ്. പരിശുദ്ധമായ ഖുർആൻ പ്രവാചകൻ അവിടെന്ന് പറയുകയാ,
പോവുകയാ. അവിടെ എല്ലാവർക്കും ആരോഗ്യമാണ്, ഒരു രോഗവും അവിടെ പടരാറില്ല, ഒരു അണുക്കളും അവിടെ എത്താറില്ല. മഹാനായ പ്രവാചകൻ പറയുന്നു, ലം യകുൻ ബിഹാ ബഊദുൻ വലാ ദുബാബുൻ വലാ ബർഹൂസുൻ വലാ അഖ്റബുൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നാടിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഒരു പെണ്ണ് തലയിൽ കുട്ട വെച്ചുകൊണ്ട് പഴങ്ങളുള്ള ഒരു പറമ്പിലൂടെ നടന്നു പോയാ കൈകൊണ്ട് ഒരെണ്ണം പോലും എടുത്തതിലേക്ക് വെക്കണ്ട, പഴങ്ങൾ നേരെ വന്ന് വീണിട്ട് തന്റെ തലയിലിരിക്കുന്ന കുട്ട നിറയുമായിരുന്നു. രണ്ട്, അവിടെ നിന്ന് പറയുന്നു, അവിടെ ഈച്ചയില്ല, അവിടെ കൊതുവില്ല, അവിടെ അതാ തേളുകളില്ല, പാമ്പുകളില്ല, അപകടകാരികളായ ഒരു വസ്തുവും ഇല്ലാത്ത നാടായിരുന്നു. പടച്ചവനെ, അവിടത്തെ കാലാവസ്ഥ, എന്തെങ്കിലും ഒരു മനുഷ്യനൊരു രോഗം വന്നാൽ, ഒരു പകർച്ചവ്യാധി വന്നാ അവിടത്തെ കാലാവസ്ഥത്തിന്റെ അണുക്കളെ നശിപ്പിച്ചു കളയുമായിരുന്നു. പടച്ചുറപ്പ് അവിടുത്തെ എല്ലാ സൗകര്യവും എല്ലാവർക്കും അല്ലാഹു വാരിക്കോരി കൊടുത്തു, ഒരുപാട് സമ്പത്ത് കൊടുത്തു. അവിടെ കള്ളന്മാരില്ല, കൊള്ളക്കാരില്ല, പിടിച്ചവരില്ല, ദാരിദ്ര്യമില്ല. അല്ലാഹു എല്ലാ അനുഗ്രഹവും വാരിക്കോരി കൊടുത്ത ഒരു നാടായിരുന്നു. പക്ഷേ ഈ അനുഗ്രഹമെല്ലാം അല്ലാഹു അവർക്ക് വാരിക്കോരി കൊടുത്തപ്പോൾ അവർ അല്ലാഹനെ മറന്നുപോയി. 13 പ്രവാചകന്മാർ അവരുടെ മുന്നിലേക്ക് കടന്നു നിന്ന് ദഅവത്ത് ചെയ്തു. പക്ഷേ ആരും അല്ലാഹുവിനെ മനസ്സിലാക്കാൻ തയ്യാറായില്ല. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞ് അഹങ്കരിച്ചവരുണ്ടല്ലോ. അവസാനം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നാ നാടിന്റെ അവസ്ഥ എന്തെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, 70 നദികളിൽ നിന്ന് 70 അരുവികളിൽ നിന്ന് വെള്ളമൊഴുകി വരുന്ന ആ വെള്ളം ശേഖരിക്കുന്ന ഒരു അണക്കെട്ട് അവരുടെ നാട്ടിലുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, പടച്ചറപ്പിനെ മതപദ മറന്നുകൊണ്ട് അവർ തോന്നുന്നത് പോലെ ജീവിച്ചപ്പോ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അണക്കെട്ട് പൊട്ടിച്ചിട്ട് ആ സമൂഹത്തെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞ ചരിത്രം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച നാടിനെ അല്ലാഹു തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ഇന്നും അല്ലാഹു നിർത്തിയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ദുരന്ത ഭൂമിയായി ഇന്നും അല്ലാഹു അത് നിലനിർത്തി തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾക്ക് കഴിയണം. ഓരോ അദാബുകൾ ഉണ്ടാകുമ്പോഴും, ഓരോ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോ അതിൽ നിന്ന് ഗുണപാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഇനിയുള്ള കാലം അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരു മനുഷ്യന്റെ വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസം മുറയ്ക്കണമെങ്കിൽ അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും നിങ്ങളും ഷഹാദത്ത് കലിമ പറയുന്നവരാ. ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ ഈ ലോകത്താരുമില്ല. അല്ലാഹുവാണ് വലിയവര് എന്ന് നാവ് കൊണ്ട് പറയുന്നവരാ. എങ്കിൽ എന്റെ പ്രിയമുള്ളവര്, ആ പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നല്ലതുപോലെ അലിഞ്ഞു ചേരണമെങ്കിൽ ത്യാഗം കൊണ്ടല്ലാതെ കഴിയില്ല മുസ്ലിമേ, ത്യാഗം കൊണ്ടല്ലാതെ കഴിയില്ല. ത്യാഗം കൊണ്ടല്ലാതെ ഒരു മനുഷ്യന്റെ ഈ ഈമാൻ ഉറക്കില്ല. എന്താണ് ത്യാഗമെന്നറിയുമോ? ഈ ദുനിയാവിലെ സർവ്വദിനക്കാരും അല്ലാഹുവാണ്, ഈ ദുനിയാവിലെ സർവ്വദിനക്കാലും വലുത് അല്ലാഹുവാണെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാകണം. അല്ലാഹുവിന് വേണ്ടി എല്ലാം മാറ്റിവെക്കണം, അല്ലാഹുവിന് വേണ്ടി എല്ലാം വലിച്ചെറിയണം, അല്ലാഹുവിന് വേണ്ടി എല്ലാ കഷ്ടപ്പാടും ശ്രമിക്കണം, എല്ലാ പരീക്ഷണങ്ങളും നേരിടണം. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് ചോദിക്കുകയാ, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ സഹോദരാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് ഓസിന് കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും
ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിക്കാതെ നിനക്ക് പടച്ചറബിന്റെ സ്വർഗം കിട്ടുവോ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 40ാമത്തെ വയസ്സ് വരെ മക്കക്കാർക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. അവരല്ലമീൻ എന്ന് വിളിച്ചവരായിരുന്നു. പ്രവാചകനോട് വല്ലാത്ത സ്നേഹമാ. എവിടെയും അള്ളാഹുവിന്റെ റസൂലിന് സ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകർ 40ാമത്തെ വയസ്സില് അള്ളാന്റെ റസൂല് ഗുഹയ്ക്കകത്തിരിക്കുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെ 1ാമത്തെ ആയത്തോതി കൊടുക്കുകയാണ്. പഠിച്ചവര് അവിടുന്ന് പ്രവാചകന് പ്രബോധനത്തിന്റെ വടിയിലേക്ക് കടന്നപ്പോ ഇന്നലെ വരെ അല്ലമീൻ എന്ന് വിളിച്ചവര് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കള്ള എന്ന് വിളിക്കാൻ തുടങ്ങി, വഞ്ചകനെന്ന് വിളിക്കാൻ തുടങ്ങി, പ്രവാചകന് ഭ്രാന്താണെന്ന് പറയാൻ തുടങ്ങി, പഠിച്ചവനെ കളിയാക്കാൻ തുടങ്ങി, ആട്ടിയോടിക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് പ്രബോധനവുമായി കടന്നു വന്നപ്പോ ഇസ്ലാമിലേക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ കൊടിക്ക് കീഴിലേക്ക് സ്വഹാബാക്കള് കടന്നു വന്നപ്പോ പിന്നെ പറയേണ്ടതില്ലല്ലോ, നേരിടേണ്ടി വന്നത് വല്ലാത്ത ദുരിതമാണ്. 13 വർഷക്കാലം അള്ളാന്റെ റസൂലിനെ മറക്കാൻ കഴിയാത്ത 13 വർഷം മക്കയിൽ താമസിച്ച 13 വർഷമുണ്ടല്ലോ, അത് പീഡനങ്ങളുടെ കാലമായിരുന്നു, അത് ത്യാഗത്തിന്റെ കാലമായിരുന്നു. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ കുടുംബവും പടച്ചവനെ 3 കൊല്ലമാണ് ശീബു അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരിവില് 3 കൊല്ലമാണ് അള്ളാന്റെ റസൂല് പട്ടിണി കിടന്നത്. കഴിക്കാൻ ഭക്ഷണമില്ല. പടച്ചവരെ പച്ചില പറിച്ചിട്ട് കടിക്കുകയാണ്. അല്ലാ, ആ മലഞ്ചെരിവിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവേ തേങ്ങലിന്റെ ശബ്ദം കേൾക്കുമായിരുന്നു. പ്രവാചകനും തന്റെ കുടുംബത്തിന്റെയും പട്ടിണി കിടന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുന്ന ശബ്ദം പോലും കേൾക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, അവസാനം പച്ചില പറിച്ച് തിന്നിട്ട് മൃഗങ്ങളെ കാശിക്കുന്നത് പോലെ പ്രവാചകന്റെ അനുയായികളും കുടുംബവും കാശിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാ, വല്ലാത്ത പീഡനങ്ങളാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർക്കും വല്ലാത്ത പീഡനങ്ങളാ. മ്യാൻമറിലെ മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ചത് വാട്സപ്പിലും ഫേസ്ബുക്കിലും കണ്ടുകൊണ്ട് കരയുന്നവര് ഇതൊന്നും ആയിരുന്നില്ല. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു തന്റെ കഴുത്തിലൂടെ കയറിട്ട് കെട്ടിയിട്ട് തെരുവിലൂടെ വലിച്ചിടച്ചുകൊണ്ട് നടക്കുകയാണ്. അതാ പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തില് തന്റെ കരിംതഞ്ചിലേക്ക്, തന്റെ നെഞ്ചിലേക്ക് കരിമ്പാറയെടുത്ത് വെച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് തല്ലിച്ചതയ്ക്കുകയാ. ബിലാൽ തങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി കിടന്ന് യാചിച്ചാ കൊടുക്കൂല, വെള്ളത്തിന് വേണ്ടി കിടന്ന് യാചിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കൊണ്ടുവന്ന് വായിലൊടിച്ചു കൊടുക്കുകയാണ്. ആ സമയത്തും അവർ ഉറക്കെ പറഞ്ഞത് അല്ലാഹു വഹദ്, അല്ലാഹുവാണ് വലിയവര്, അല്ലാഹുവാണ് വലിയവര്. ഏതു പീഡനങ്ങളും സഹിക്കാൻ അവർ തയ്യാറായി. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാഴ്ച കണ്ടു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പുതിയ തലമുറകൾക്ക് പഠിക്കാം, വളർന്നു വരുന്ന യുവതലമുറകൾക്ക് പണ്ടുള്ളവർക്ക് പണമില്ലായിരുന്നു, ഇന്ന് പണം കിട്ടി കഴിയുമ്പോ അല്ലാഹുവിന്റെ ദീനിനെ ചവിട്ടി തേക്കുന്ന പടച്ചറപ്പിനെ മറന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട യുവതലമുറകളോട് എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ തങ്ങളും മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ പട്ടിയെ തല്ലുന്നത് പോലെ ഖുറൈശികൾ ഒരാണിനെയും പെണ്ണിനെയും തന്റെ പൊന്നാര മകന്റെ മുന്നിലിട്ട് തല്ലിച്ചതയ്ക്കുകയാ. ഒരു ഭാര്യയെയും ഭർത്താവിനെയും തന്റെ പൊന്നുമകന്റെ മുന്നിൽ വെച്ചിട്ട് പട്ടിക തല്ലുന്നത് പോലെ വരുന്നവനും പോകുന്നവനും തല്ലിച്ചടയ്ക്കുകയാണ്. ചോദിക്കാൻ അർഹതയില്ല. പടച്ചവനെ ആരെയും അറിയുവോ? മഹദി സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് പടച്ചവനെ ക്രൂരമായ രീതിയിൽ തല്ലിച്ചതയ്ക്കുകയാ. എന്താണ്
എന്താണ് ചെയ്ത തെറ്റെന്നറിയുവോ? അവർ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലാ, അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിലാ. എത്ര തല്ലിച്ചതച്ചട്ടും അവർ അല്ലാഹുവിനെ വലിച്ചെറിയാ തയ്യാറായില്ല, അല്ലാഹുവിന്റെ ദീനിനെ വലിച്ചെറിയാ തയ്യാറായില്ല. തയ്യാറാകാതെ വന്നപ്പോ അല്ലാഹുവേ, സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, അല്ലാഹുവേ, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു, പടച്ചവര് കൈകാലുകൾ കെട്ടിയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കകത്തേക്ക് തലകീഴായി കെട്ടി നിർത്തുകയാണ്. തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുന്നില് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കകത്തേക്ക് തലകീഴായി കെട്ടി നിർത്തുകയോ. തന്റെ തലയിലൂടെ തീയങ്ങ് പടർന്നു പിടിക്കുകയാണ്, പച്ചയിറച്ചി കരിയുകയാണ്, ശരീരത്തിന്റെ പച്ചയിറച്ചി ഇങ്ങനെ കത്തിക്കരിയുകയാ. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല. പടച്ചവര് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജീവനോടെ നിന്ന് കത്തുന്നത് കണ്ടപ്പോ എഴുന്നേറ്റ് ഓടി വന്ന് പ്രിയപ്പെട്ട ഭർത്താവിനെ വെളിയിലേക്ക് തള്ളിയിടുകയാണ്, മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്, മരുഭൂമിയിൽ കിടന്ന് ഉരുളുകയാ. അവിടത്തെ തീയണഞ്ഞു. അല്ലാഹുവേ, ഈ കാഴ്ച കൊണ്ടാണ്, ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടന്നു വരുന്നത്. പടച്ചവനെ, ശരീരത്തൊന്ന് തൊടാൻ പോലും സ്ഥലമില്ല, കാരണം മുഴുവനും കത്തിക്കരിഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വന്നപ്പോ അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെയാണോ നബിയേ? താങ്ങാ കഴിയുന്നില്ല നബിയേ, സഹിക്കാ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ കുടുംബത്തിനോട് പറഞ്ഞത് എന്തെന്നറിയുമോ? സുമയ്യ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാണ് സുമയ്യ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അല്ലാഹുവിന്റെ ദീനിനെ മറന്നു പോകുന്ന പെങ്ങള്, കാലത്തിനനുസരിച്ച് ഇസ്ലാമിനെ പൊളിച്ചെടുത്താൻ നോക്കുന്ന പെങ്ങള്, കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവനതാ മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് സുമയ്യ എന്ന് പറയുന്ന ഈമാനുള്ള ആ പെണ്ണ് പറഞ്ഞതെന്തറിയോ? അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുവോ? മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് പറയുകയാ, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. തുണ്ടം തുണ്ടമായി ഇവന്മാര് നമ്മളെ വെട്ടിമുറിച്ചാൽ എന്തൊക്കെ ചെയ്താലും അല്ലാഹുവിനെ വലിച്ചെറിയല്ലേ. എന്തൊക്കെ ഇവന്മാര് കൊന്നാല്, നമ്മളെ ഇവന്മാര് എന്തെല്ലാം ക്രൂരമായ പീഡനങ്ങളെ നമ്മളോട് കാണിച്ചാല് ഒരിക്കലും ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കരുത്. കാരണം അല്ലാഹു വഹദ്, അല്ലാഹുവാണ് വലിയവന്, അല്ലാഹുവാണ് വലിയവന്. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരാളുമില്ല. ലോകത്തിന്റെ നേതാവ് പറഞ്ഞത് കേട്ടോ, നമ്മള് സ്വർഗത്തിലാ, നമ്മള് സ്വർഗത്തിലാ. മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിന് ഇങ്ങനെ ധൈര്യം കൊടുക്കുമ്പോ അബൂജഹലിന് സഹിച്ചില്ല. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ ഒരു പഠിപ്പിച്ച കമ്പിയുടെ തട്ട് കുത്തിയിറക്കുകയാണ്. അടിവയറ് തുളച്ചിട്ട് കമ്പി വെളിയിൽ വന്നു. സുമയ്യ ബീവിയെ ചവിട്ടി തറയിലേക്ക് ഇടുകയാ. ആ സമയത്തും ആ കിടപ്പിൽ കിടന്നിട്ട് സുമയ്യ ബീബി വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. അബൂജഹലിനെ സഹിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കാലെടുത്ത് കഴുത്തിൽ വെച്ചിട്ട് പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയാ. അവിടുന്ന് ചവിട്ടി താഴ്ത്തുമ്പോഴും ആ മണ്ണിന്റെ അകത്ത് താഴുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്. അബൂജഹലിനെ സഹിച്ചില്ല. അവസാനം പിടിച്ച് മലർത്തി കിടത്തിയിട്ട്, പടച്ചവരെ, കുന്തം വലിച്ചൂരിയിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്തുകൂടെ കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട പെങ്ങള് സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞത്, അല്ലാഹു വഹദ്. പെങ്ങളെ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാ, ഈമാൻ ഉണ്ടാകണമെങ്കിൽ എല്ലാ ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറാകണം പെങ്ങള്. പടച്ചവരെ,
സ്വഹാബത്തിന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് പരാതി പറയുകയാ, എവിടെയും പീഡനങ്ങളാണ്, എവിടെയും അക്രമമാണ്. ഒരു ഗതിയില്ലാതെ വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ സ്വഹാബാക്കൾ വന്ന് പരാതി പറയാൻ തുടങ്ങി. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് ഇനി മക്കയിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോ അതുവരെ എല്ലാം ശ്രമിച്ചു, എല്ലാം സഹിച്ചു. അവസാനം ഗതിയില്ലാതെ വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അനുവാദം കൊടുക്കുകയാ. ഇന്നത്തെ നേതാക്കന്മാരെ പോലല്ല. ആദ്യം പോയത് അല്ലാഹുവിന്റെ റസൂലായിരുന്നില്ല, തന്റെ അനുയായികളെ പ്രവാചകനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞു വിടുകയാ. എന്റെ പ്രിയമുള്ളവര്, എങ്ങനെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകേണ്ടി വന്നതെന്നറിയുവോ? തന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കി ഇത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചട്ടാ. അള്ളാന്റെ ദീനിന് വേണ്ടി, പടച്ചറപ്പിന് വേണ്ടി അല്ലാഹുവാണ് വലിയവൻ, എല്ലാം തരുന്നവൻ അല്ലാഹുവാണ്. പടച്ചവരെ, ഇട്ടിരുന്ന വസ്ത്രത്തോടെ സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാ. എല്ലാം അള്ളാന് വേണ്ടി ഉപേക്ഷിച്ചു, ഒന്നുമില്ലാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബാക്കള് കടന്നുപോയി. പ്രവാചകനെ സ്വഹാബാക്കളതാ, പ്രവാചകന്റെ അനുയായികൾ കടന്നുപോയി. ഓരോ വ്യക്തികൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. എല്ലാം മക്കയിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു പോവുകയാ. അവസാനം എല്ലാരും പോയി കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, പിന്നെ യാത്ര ചെയ്യാൻ കഴിയാത്ത പ്രായമുള്ള കുറച്ച് സഹാബത്ത്, ബാക്കിയുള്ളവരെല്ലാവരും പോയി കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകർ അവസാനം അബൂബക്കർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂബക്കർ, യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുക്കുക, മദീനയിലേക്ക് പോകാൻ ഒരുങ്ങുക. എന്റെ പ്രിയമുള്ളവര്, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകനും യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അള്ളാന്റെ റസൂലും യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാ. എന്റെ പ്രിയമുള്ളവര്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ അതതാ ശത്രുക്കൾ അറിയുകയാണ്, ശൈത്താൻ അറിയിച്ചു കൊടുക്കുകയാണ്. അവസാനം 7 ഗോത്രങ്ങളും കൂടെ ഒരുമിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ വധിക്കുന്നതിന് വേണ്ടി വീട് വളഞ്ഞിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കുന്നതിന് വേണ്ടി വീട് വളഞ്ഞിരിക്കുകയാണ്. പ്രവാചകനെ കൊല്ലുന്നതിന് വേണ്ടി തയ്യാറെടുപ്പെടുത്തുകൊണ്ട് എല്ലാവരും വീട് വളഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു യാസീൻ ഉണ്ടല്ലോ, ആ യാസീനിലെ ഒരു ആയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് പറഞ്ഞു കൊടുക്കുകയാ. നബിയേ, വാതിൽ തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണം, ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്തോതിയിട്ട് ആ മണ്ണ് വീടിന്റെ വെളിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നടന്നു പോകും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് താൻ കടന്ന സ്ഥലത്ത് അബൂബക്കർ അലിയാർ തങ്ങളെ പിടിച്ചു കിടത്തുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു കിടത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് അതാ ഒരു പിടി മണ്ണ് വാരുകയാണ്. ഒരു പിടി മണ്ണ് വാരിയിട്ട് സൂറത്തു യാസീനിലെ ആയത്തോതിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വാതിലങ്ങ് തുറന്നിട്ട്, വീടിന്റെ കവാടം തുറന്നിട്ട് വലിച്ചെറിയുകയാ. പടച്ചുറപ്പേ, അല്ലാഹുവിന്റെ സഹായം ഇറങ്ങുകയാണ്. വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ വലിച്ചെറിഞ്ഞ പൊടിയുണ്ടല്ലോ, വീടിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സർവരുടെയും കണ്ണിൽ പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുന്ന മുഖത്തോട് അതാ വീട് വിട്ട് വെളിയിലേക്ക് കടന്നു വരികയാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂല് നടന്നു വരുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ കാത്തു നിൽക്കുകയാണ്, അള്ളാന്റെ റസൂലിനെ കാത്തു നിൽക്കുകയാ. അടുത്തേക്ക് കടന്നു വന്നപ്പോ അള്ളാന്റെ റസൂല് ചോദിക്കും, അബൂബക്കറെ നീ എന്റെ കൂടെ വരുന്നുണ്ടോ? പടച്ചവനെ ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. അബൂബക്കർ തങ്ങൾ അല്ലാഹുവേ അവിടെ നിന്ന് തയ്യാറെടുക്കുകയാ. അവസാന പ്രവാചകന്റെ കൂടെ യാത്ര തുടങ്ങി, മക്കയിൽ നിന്ന് യാത്ര തുടങ്ങി. പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സാധാരണ പോകുന്ന മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിലൂടെയല്ല, വ്യത്യസ്തമായ ഒരു വഴിയിലൂടെ, ഒരു മനുഷ്യനും ഇന്ന് വരെ യാത്ര ചെയ്യാത്ത ഒരു വഴിയിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ തങ്ങളും നടക്കുകയാണ്. അവിടെ നിന്ന് യാത്ര തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, നടന്ന് ഉംറയ്ക്കും ഹജ്ജിനൊക്കെ പോകുന്നവർ പോകുന്ന ഒരു പർവ്വതത്തില്, അതാ കാണാൻ പോകുന്ന ഒരു ഗുഹയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ തങ്ങളും 3 ദിവസത്തോളം താമസിച്ച ഗുഹ. ആ ഗുഹയുടെ മുന്നിലെത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കൾ വരുന്നു എന്നറിയുമ്പോ അല്ലാഹുവേ ആ ഗുഹയ്ക്കകത്ത് താമസിക്കാൻ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ അബൂബക്കർ തങ്ങൾ കടന്നു ഗുഹ മുഴുവനും പരിശോധിക്കുകയാണ്. ലോകത്തിന്റെ നേതാവിനെ കടക്കാനുള്ളതാണല്ലോ, അതിനകത്തുള്ള എല്ലാ പൊത്തുകളും അടയ്ക്കുകയാണ്. കയ്യിലിരുന്ന വസ്ത്രം കൊണ്ട്, മറ്റുള്ള സാധനങ്ങൾ കൊണ്ട് അതിനകത്തുള്ള സർവ്വതും അടച്ചു കളഞ്ഞു. അവസാനം ഒരേ ഒരു താരം മാത്രമാണുള്ളത്, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അവസാനം അടയ്ക്കാ തുണിയില്ലാതെ കണ്ട കാലുകൊണ്ടതാ അടച്ചു പിടിക്കുകയാ. എന്നിട്ട് വിളിക്കുന്നു, നബിയേ വാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനതാ ഗുഹക്കകത്തേക്ക് കടന്നു വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിത്തട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ തലവെച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാ. എന്റെ പ്രിയമുള്ളവരെ, എന്തൊരു ഭാഗ്യമാണ് തമ്പുരാനെ. അബൂബക്കർ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയൊരു ഭാഗ്യമാണല്ലോ. ലോകത്തിന്റെ നേതാവ് തന്റെ മടിയിലെ തല വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാ. അതാ അല്ലാഹുവിന്റെ റസൂല് ക്ഷീണം കാരണം അങ്ങുറങ്ങിപ്പോയി. കുറെ സമയം കഴിയുമ്പോ അബൂബക്കർ തങ്ങളുടെ കാലിലേക്ക് പാമ്പ് കുത്തുകയാണ്. പടച്ചവനെ, വേദന സഹിക്കാൻ കഴിയുന്നില്ല. എത്ര വേദന സഹിച്ചിട്ടും അബൂബക്കർ തങ്ങൾ കാലെടുക്കുന്നില്ല. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ പ്രവാചകൻ ഉറങ്ങുകയാണല്ലോ, പ്രവാചകനെ ഉണർത്താൻ പാടില്ലല്ലോ. അവസാനം വേദന സഹിക്കാൻ കഴിയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണുനീരൊഴുകുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് വീഴുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കർ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ കാലിന് വിഷം തൊട്ടു നബിയേ. അവസാനം ആ ഗുഹയ്ക്കകത്ത് വെച്ച് പ്രവാചകൻ തന്റെ മുമ്മുനീരെടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലിൽ പുരട്ടുകയാണ്. പടച്ചവരെ, കുറെ സമയം കഴിയുമ്പോ അതാ ഇരിക്കുന്ന ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ വന്ന് നിൽക്കുകയാണ്. ഇരിക്കുന്ന ഗുഹയുടെ മുകളില് ശത്രുക്കൾ വന്ന് നിൽക്കുകയാണ്. ഹിജ്റ തരുന്ന രണ്ടാമത്തെ പാഠം എന്തെന്നറിയുവോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെ നിന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ശത്രുക്കൾ മുകളിൽ നിൽക്കുകയാണ്. അവരൊന്ന് താഴേക്ക് നോക്കിയാൽ, അവരൊന്ന് കാലിലേക്ക് നോക്കിയാ നമ്മളെ കാണുമല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുവോ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. എന്റെ പ്രിയമുള്ളവര്, മൂന്നാമത് നമ്മുടെ കൂടെയുള്ളത് അബൂബക്കറെ അല്ലാഹുവാ. മൂന്നാമത് നമ്മുടെ കൂടെയുള്ളത് അബൂബക്കറെ അല്ലാഹുവാ. അവനവന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ തീരുമാനിക്കേണ്ടത് അല്ലാഹുവാ. ഹിജ്റ നമുക്ക് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ പാഠം എന്തെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, തവക്കലാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള അല്ലാഹുവിനെ പരമേൽപ്പിക്കലാ. ഏത് പ്രതിസന്ധി ഉണ്ടായാലും, ഏത് ദുരിതമുണ്ടായാലും, എത്ര വലിയ ദുഃഖമുണ്ടായാലും അല്ലാഹുവിന്റെ സഹായം നിനക്കുണ്ടാകും. പടച്ചുറപ്പ് നിന്നെ ഒരിക്കലും കൈവിടൂല. അല്ലാഹു ഒരിക്കലും നിന്നെ കൈവിടൂല. അല്ലാഹു നിന്നെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
അല്ലാഹുവിന് ഹിജ്റ തരുന്ന ഒന്നാമത്തെ പാഠം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം ഉറയ്ക്കണമെങ്കിൽ ഏറ്റവും വലുത് അള്ളാഹുവാണെന്ന് തിരിച്ചറിയണം. എല്ലാം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കണം. എല്ലാം അള്ളാഹിന് വേണ്ടി മാറ്റിവെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈമാൻ ഉറയ്ക്കും. മഹാനായ സ്വഹാബാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ കഷ്ടപ്പെട്ട് ഒരു 10 പതിറ്റാണ്ട് കാലം തന്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും കളഞ്ഞിട്ടാ പോയെ. തന്റെ ജീവിതകാലം മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവനും സാധാരണ പോലൊന്നുമല്ല. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്കണം, എത്ര പണമുണ്ടെന്ന്. സാധാരണ പണമൊന്നുമായിരുന്നില്ല. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു സ്വർണത്തിന്റെ നൂല് കൊണ്ടുണ്ടാക്കിയ വസ്ത്രം ധരിക്കുന്ന സഹാബിയ. സ്വർണത്തിന്റെ നൂല് കൊണ്ടുണ്ടാക്കിയ വസ്ത്രം. ഒരിക്കലേ ഒരു സുഗന്ധം തേക്കൂ, പിന്നെ ജീവിതത്തിൽ അത് തേക്കൂല. കുതിരയുടെ മുകളിൽ ഇങ്ങനെ പോകുന്നത് കാണാം, പെണ്ണുങ്ങൾ കാത്തിരിക്കും. അത്രയും വലിയ മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. മിസ്അബിന്റെ ഉമ്മയുടേതായിരുന്നു മക്കയിലെ പല തോട്ടങ്ങളും. മക്കയുടെ പകുതിയും മിസ്അബിന്റേതായിരുന്നു, മിസ്അബിന്റെ മാതാപിതാക്കളുടേതായിരുന്നു. അത്രയും വലിയ കോടീശ്വരനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു, മിസ്അബേ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ 5 നയാ പൈസ നിനക്ക് ഞാൻ തരൂലടാ. 5 നയാ പൈസ നിനക്ക് ഞാൻ തരൂല. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇട്ടിരുന്ന വസ്ത്രം, തന്റെ ഉമ്മ വാങ്ങിക്കൊടുത്ത വസ്ത്രം, ആ വസ്ത്രം ഊരിയിട്ട് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കിതും വേണ്ട ഉമ്മ, എനിക്കിതും വേണ്ട, എനിക്ക് അള്ളാന്റെ ദീന് മതി എന്ന് പറഞ്ഞിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഹിജ്റ നമുക്ക് തരുന്ന ഒന്നാമത്തെ പാഠം, സർവ്വതിനെക്കാളും വലുത് അള്ളാഹുവാണെന്നുള്ള തിരിച്ചറിവുണ്ടാവുക. അത് സഹാബത്തിനുണ്ടായിരുന്നു. അത് എത്ര വലിയ പീഡനങ്ങൾ സഹിച്ചപ്പോഴും, ഇഞ്ചിഞ്ചായി കരിക്കുമ്പോഴും വെട്ടിഞ്ഞുറുക്കുമ്പോഴും അവർക്ക് ആ ഈമാൻ ഉള്ളത് കൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അള്ളാഹു ആ ഈമാൻ നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. 2, അള്ളാഹിനെ കുറിച്ച് തവക്കുല്, പടച്ച റബ്ബ് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. ആര് കൈവിട്ടാലും, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് മുഴുവനും വളഞ്ഞു നിൽക്കുമ്പോ ഖുർആൻ സൂറത്തു യാസീൻ അവിടുന്ന് ആയത്തോതിയിട്ട്, സൂറത്ത് യാസീനിലെ ഒരു ആയത്ത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ആയത്തോതിയിട്ടായിരുന്നു. അതുകൊണ്ട് ഒന്നാമതായി നമുക്ക് വേണ്ടത് സർവ്വതിനെക്കാളും അള്ളാഹുവാണെന്നുള്ള ബോധം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. ആ ബോധം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ആ ബോധം ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. 2, അള്ളാഹിനെ പരമേൽപ്പിക്കുക. മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനവറുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വിഷയത്തിൽ, നിങ്ങൾ ഏത് കാര്യത്തിലാണ് തവക്കുൽ? എപ്പോഴും വലിയ സന്തോഷത്തിലാണല്ലോ, നിങ്ങളൊന്നും നോക്കാറില്ലല്ലോ, എപ്പോഴും സന്തോഷവാനായി നടക്കുന്നല്ലോ, എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോ മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒന്ന് മഹാനവറുകൾ പറഞ്ഞു, ഞാൻ തിന്നേണ്ട ഭക്ഷണം ലോകത്ത് വേറെ ആരും തിന്നൂല. ഞാൻ തിന്നേണ്ട ഭക്ഷണം ലോകത്ത് ഒരു മനുഷ്യനും തിന്നൂല, അത് ഞാൻ തന്നെ തിന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? മഹാനവറുകൾ പറഞ്ഞു, സത്യല്ലേ, എന്റെ പേരെഴുതിയ ഭക്ഷണം ഈ ലോകത്ത് എവിടെയുണ്ടെങ്കിലും ഞാൻ പോയി കഴിക്കും. ആ ചോറ്, നിങ്ങളുടെ ആരുടെയെങ്കിലും പേരെഴുതിയ ചോറ് ഞാൻ തിന്നു? പറമനുഷ്യന്മാരെ, ഞാൻ കഴിക്കോ? നിങ്ങളുടെ ആരുടെയെങ്കിലും പേരെഴുതിയ ചോറ് ഞാൻ തിന്നോ? ഇല്ല. എന്റെ പേരെഴുതിയ നിങ്ങൾ കഴിക്കൂല. ഞാൻ എന്റെ ഉമ്മാന്റെ വയറ്റിൽ കിടന്നപ്പോഴേ വന്ന് എഴുതി വെച്ചതാ അത്. അതുകൊണ്ട് മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയാ, എനിക്ക് റിസ്ക് തരുന്നവൻ അള്ളയാ, എനിക്ക് റിസ്ക് തരുന്നവൻ അല്ലാഹുവാ, അത് ഞാൻ അള്ളാഹിനെ ഏൽപ്പിച്ചിരിക്കാ, ഒരു ഭയവും ഇല്ല. അങ്ങനെ തന്നെ നമ്മളിൽ പലർക്കും ആ വിശ്വാസമില്ലാതെ പോയി. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പലരും പറയും, ഉസ്താദെ, ഞാനൊരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാ, ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണി. നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ, ഒരിക്കലും അങ്ങനെയല്ല. റിസ്ക് തരുന്നവൻ അല്ലാഹുവാ, അത് പടച്ച റബ്ബ് നമുക്ക് തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു രണ്ടാമതായി പറഞ്ഞത്, അള്ളാഹു എന്നെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ആരെന്നെ നോക്കുന്നില്ലെങ്കിലും അള്ളാഹു 24 മണിക്കൂർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ അള്ളാഹ് നോക്കിക്കൊണ്ടിരിക്കുമ്പോ പാപം ചെയ്യാൻ എനിക്ക് ലജ്ജയാ. മഹാനവറുകൾ മൂന്നാമതായി പറഞ്ഞു, എന്റെ അമലുകൾ ഞാൻ തന്നെ ചെയ്യേണ്ടതാ, വേറെ ആരും ചെയ്യേണ്ടതല്ല.
അമലുകൾ, എനിക്കുള്ള അമലുകൾ ഞാൻ തന്നെ ചെയ്യണം, വേറെ ആരും ചെയ്യില്ല. അതുകൊണ്ട് മൂന്നാം മഹാനവറുകൾ പറഞ്ഞു, എന്റെ അമലുകൾ ഞാൻ തന്നെ ചെയ്യണം. നാലാമതായിട്ട് ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അസ്റായിൽ എപ്പോഴെവിടെ വെച്ചാ വരണമെന്നറിയില്ല, ഒന്ന് ഒരുങ്ങിയിരിക്കണം. എപ്പോഴെവിടെ വെച്ചാ കടന്നു വരുന്നെന്നറിയില്ല. ഏത് സമയത്താണ് കടന്നു വരുന്നതെങ്കിലും ആ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, അള്ളാഹുവിനെ പരമേൽപ്പിക്ക്. ഈ ദുരന്തമുണ്ടായപ്പോ എത്രയോ കോടീശ്വരന്മാരുണ്ടായിരുന്നു സഹോദരങ്ങളെ, എത്രയോ കോടീശ്വരന്മാർ. 3-4 കുട്ടനാട് 3-4 ബോട്ടുള്ളവർ പടച്ചവനെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ച കണ്ടവരെ ഞങ്ങൾ. എല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും ഒറ്റ വെള്ളപ്പൊക്കത്തിൽ തീർന്നില്ലേ? ഒരൊറ്റ വെള്ളം വന്നപ്പോ എല്ലാ സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ഒന്നുമില്ലാത്തവൻ ജീവൻ മതി പടച്ചവനെ. ഇട്ടിരുന്ന വസ്ത്രത്തോടുകൂടി ഓടുകയായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കാസർഗോഡിനെ വലുതായിട്ടൊന്നും ബാധിച്ചില്ല, അതുകൊണ്ട് കാസർഗോഡിനെ വലുതായിട്ടൊന്നും ബാധിച്ചിട്ടില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിക്കാൻ പഠിക്ക്. ഇതിൽ നിന്നൊക്കെ ഗുണപാഠം ഉൾക്കൊള്ളാൻ പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും ജീവിക്കാൻ പഠിച്ചു. കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും നഷ്ടപ്പെട്ടു പോയപ്പോ നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടെന്ന ഒരു കാര്യമായിരുന്നു വർഗീയത. എല്ലാവരും പേടിച്ചിരുന്നതാ. വർഗീയത വല്ലാതെ പടർന്നു പന്തലിച്ചു കൊണ്ടിരുന്നു. അൽഹംദുലില്ലാ, ഈ ദുരന്തം ഉണ്ടായപ്പോ അമ്പലങ്ങളിലാണ് പെരുന്നാൾ നിസ്കരിച്ചത്, ക്രിസ്ത്യാനി പള്ളികളിലാണ് വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ചത്. ആ സൗഹാർദ്ദം നമുക്ക് തിരിച്ചു കിട്ടി. 2, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കും സമയമില്ല കൂടപ്പുറപ്പിനെ പോയി കാണാൻ, ബന്ധുക്കളെ പോയി കാണാൻ, മാതാപിതാക്കളുടെ കുടുംബക്കാരെ പോയി കാണാൻ ആർക്കും സമയമില്ലായിരുന്നു. പക്ഷെ ഈ ദുരന്തം ഉണ്ടായപ്പോ ആ പാവങ്ങളുടെ വീട്ടിലാ പലരും പോയി കിടന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുപോലെ മൂന്നാമത്തെ ഒരു പാഠമെന്തേ, കട്ടിലും മെത്തയിലും കിടന്നേ ഉറങ്ങത്തുള്ളൂ, AC റൂമിലെ ഉറങ്ങത്തുള്ളൂ, കറണ്ട് ഇല്ലാതെ പറ്റൂല. പക്ഷെ ഇന്ന് കടന്നത് ഉടുത്തിരുന്ന മുണ്ടെടുത്ത് തറയിൽ വിരിച്ചിട്ട് കിടക്കാൻ പഠിച്ചു, ഉള്ളത് തിന്നാൻ പഠിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, വന്ന വഴികൾ മറക്കാതെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അള്ളാഹു ഒരിക്കലും നമ്മളെ കൈവിടൂല. ഏത് ദുഃഖത്തിന്റെ പുറകിലും ഒരു സന്തോഷമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇല്ല യലമൽ ജസാഉ മാ യലമൽ ബലാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനും അവിടെ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്, ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ തങ്ങളോട് പറഞ്ഞു കൊടുത്ത, അബൂബക്കറെ, അള്ളാഹു ഒരിക്കലും നമ്മളെ കൈവിടൂല, അള്ളാഹു ഒരിക്കലും നമ്മളെ കൈവിടൂല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ആ വിശ്വാസമാണ് ഉണ്ടാകേണ്ടത്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ 3 ദിവസങ്ങൾക്ക് ശേഷം ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കയറി നിന്നു. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയുടെ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് തിരിയുകയാണ്. പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അള്ളാന്റെ റസൂലിന് വല്ലാത്ത വേദനയാണ്. കാരണം പടച്ചവന് ജനിച്ചു വളർന്ന നാടാണ്. മക്കയോട് അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. മക്കയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാനം അതാ കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അള്ളാന്റെ റസൂല് മക്കയെ വിളിച്ചിട്ട് പറയുകയാ, അവിടെന്ന് പറയുന്ന, നിന്റെ നാട്ടുകാരെന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, നിന്റെ നാട്ടുകാരെ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ വിട്ടു പോകുന്നത്. അള്ളാഹുവേ, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ മണ്ണിൽ കഴിയുമായിരുന്നു എന്ന് ലോകത്തിന്റെ നേതാവ് വേദനിക്കുന്ന ഹൃദയത്തോട് അള്ളാഹുവിന്റെ പ്രവാചകം നിറകണ്ണുകളോട് പറഞ്ഞിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര തുടങ്ങുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനമായ യാത്ര മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോ മദീന നിവാസികൾ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വീകരിക്കുകയാണ്. അവർക്ക് ആഘോഷത്തിന്റെ ദിവസമായിരുന്നു, അവർക്ക് സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ അൻസ്വാരികളെ സ്വീകരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഹിജ്റ തരുന്ന 3ാമത്തെ പാഠം എന്തെന്നറിയോ?
എല്ലാം നഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികള് സഹാബത്ത് മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലെത്തി. എല്ലാവരും ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ കടന്നുപോയവരാ. അവരുടെ നേതാവ് കടന്നു വരുന്നു. പടച്ചവരെ, ഒരു സെന്റ് പോലെ തന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന മണ്ണ് പോലും സ്വന്തമില്ലാത്ത നേതാവ് പടച്ചവരെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോട് മഹാനായ അബൂബക്കർ തങ്ങൾ എന്ന കൂട്ടുകാരന്റെ കൂടെ ലോകത്തിന്റെ നേതാവ് കടന്നു ചെല്ലുകയാ. ആ മദീനയിലേക്ക് കടന്നു ചെന്നപ്പോ ആ അൻസ്വാരികൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നറിയുവോ? ആ അൻസ്വാരികൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകനോടും സഹാബത്തിനോടും അവര് പറഞ്ഞത് എന്തെന്നറിയുവോ? യാ റസൂലല്ലാഹ്, ഞങ്ങളുണ്ട് നബിയേ, ഞങ്ങളുണ്ട് നബിയേ. അള്ളാഹുവേ, 2 വീടുള്ളവർ ഒരു വീട് കൊടുക്കുകയാണ്. ഒന്നുമില്ലാതെ കടന്നുപോയവര്, എല്ലാ മക്കയിൽ ഉപേക്ഷിച്ചിട്ട് കടന്നുപോയവര്, ആ കടന്നുപോയ മുഹാജിരീങ്ങളോട് അൻസാരിങ്ങൾ കാണിച്ചത് എന്തെന്നറിയുമോ? 2 വീടുള്ളവർ ഒരു വീട് കൊടുത്തു, വാഹനമുള്ളവർ വാഹനം കൊടുത്തു. എന്തിന് 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യ തലാക്ക് പറഞ്ഞിട്ട് പടച്ചവനെ മുഹാജിരീങ്ങൾക്ക് കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അവരുടെ സ്വഭാവം എന്തായിരുന്നെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതൂ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസാ വമൻ യൂക ശുഹ നഫ്സിഹി ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അൻസാരികളായ സഹാബത്തിന്റെ ജീവിതം അങ്ങനെയായിരുന്നു, അവരുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. പടച്ചവനെ, 2 വീടുള്ളവർ വീട് കൊടുത്തു, 2 കുതിരയുള്ളവർ കുതിരയെ കൊടുത്തു, തോട്ടങ്ങളവർ സഹാബത്തിന് കൊടുത്തു, 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യ ത്വലാഖ് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തു. എന്റെ പ്രിയമുള്ളവര്, 3ാമത്തെ ഗുണപാഠം നമുക്കും അതാണ് വേണ്ടത്. നമ്മളും അതുപോലെയാണ്, ആ സഹാബത്തിനെ പോലെയാണ് നമ്മളുമാകേണ്ടത്. എന്റെ പ്രിയമുള്ളവര്, ആ അൻസ്വാരികളെ പോലെയാകാ നമ്മൾ തയ്യാറെടുക്കണം. വീടിന്റെ പരിസരത്ത് വിവാഹപ്രായം കഴിഞ്ഞ പാവപ്പെട്ട യതീമായ മക്കളുണ്ട്. ഇതുപോലെ എത്രയോ രോഗം പിടിച്ചവരുണ്ട്. ആരാര് സഹായിക്കാനില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്. അവരെ പോലെയാകണം സഹാബ, അവരെ പോലെയാകണം എന്റെ പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, ഇല്ലാത്തവന് കൊടുക്കാൻ പഠിക്കട്. ആരാരും സഹായിക്കാനില്ലാത്തവർക്ക് താങ്ങാകാൻ പഠിക്കട്. അല്ലാതെ എല്ലാം വാരി കൂട്ടി വെക്കുന്നത് നല്ല സ്വഭാവമല്ല. എല്ലാം വാരി കൂരി വെക്കുന്നത്, എന്റെ പ്രിയമുള്ളവര്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് സ്വഹാബത്തിനോട് ചോദിച്ചു, സഹാബ, ഒരു പാവപ്പെട്ടവനുണ്ട്, ആരാ ഭക്ഷണം കൊടുക്കുക? ഒരു പാവപ്പെട്ടവനുണ്ട്, ആരാ ഭക്ഷണം കൊടുക്കുക? മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ കൊടുക്കാൻ നബിയേ, ഞാൻ കൊടുക്കാൻ നബിയേ. അല്ലാഹുവേ, ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ പ്രവാചകന്റെ മുന്നിൽ നിന്ന് വിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. അതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഭർത്താവും തന്റെ പൊന്നുമോര് പടച്ചവരെ ഒരു മനുഷ്യനും കൂടെ വീട്ടിലേക്ക് കടന്നു വരികയാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞു. വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഭാര്യ ചോദിച്ചു, കൂടെ ആരാ വന്നത്? കൂടെ ആരാ വന്നത്? അവിടെ പറയുന്നു, പെണ്ണ്, അല്ലാഹുവിന്റെ പ്രവാചകനതാ അവിടെന്ന് ചോദിച്ചൊരു പാവപ്പെട്ടവനുണ്ട്, ആരാ ഭക്ഷണം കൊടുക്കുക? ഞാൻ വിളിച്ചു കൊണ്ടുവന്നതാണ്, ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുവന്നതാണ്. പടച്ചവരെ, ഭാര്യ ഭർത്താവ് ഭാര്യയോട് പറയുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. ഉമ്മു സുലൈം വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. കാരണം എന്തെന്നറിയുവോ? പടച്ചവനെ, ഭക്ഷണം കടിച്ചിട്ട്
കഴിച്ചിട്ട് ദിവസങ്ങളായി. ആ കുടുംബം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. 11 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന ഒരു ചെറിയ മകനുണ്ട്. അവനാണെങ്കിൽ പട്ടിണിയാണ്. ഭാര്യ ഭർത്താവിനോട് പറയുകയാ, ആകെ ഈ വീടിന്റെ അകത്തുള്ള ഭക്ഷണം ഈ ഇരിക്കുന്ന ഭക്ഷണമാണ്. ഇരിക്കുന്ന ഭക്ഷണമേ വീടിന്റെ അകത്തുള്ളൂ. ഇന്ന് നമ്മൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നിട്ട് ഈ ഭക്ഷണം നമ്മുടെ പൊന്നുമോന് കൊടുക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുകയാ. പിന്നെ എങ്ങനെയാണ് വീടിന്റെ വെളിയിൽ നിൽക്കുന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കുക? പടച്ചവര്, ഭാര്യയും ഭർത്താവും വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, 11 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, ഉമ്മയും ബാപ്പയും കരയുന്നത് കണ്ടപ്പോ ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? മോനെ അനസ്, ഇരിക്കുന്ന ഭക്ഷണം നിനക്ക് കഴിക്കാനുള്ളതാണ്. വാപ്പ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാ ഭക്ഷണമില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ടവര്, ആ കുടുംബം ഒരു തീരുമാനമെടുത്തു. എന്താണ് തീരുമാനമെന്നറിയുമോ? ഉമ്മയതാ മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ, എല്ലാവർക്കും കൂടെ ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കാം. എല്ലാവരും പാത്രത്തിലേക്ക് കൈയിടുന്ന സമയത്ത് എന്റെ പൊന്നുമോന് വിളക്കങ്ങ് തട്ടി അണച്ച് കളയണം. എന്നിട്ട് നമുക്കിന്ന് ഭക്ഷണം കഴിക്കാതെ പട്ടിണിയിരിക്കാ. എന്റെ പൊന്നുമോന് ഭക്ഷണം വാരി കഴിക്കല്ലോ. ആ പാവപ്പെട്ടവനിരുന്ന് കഴിക്കട്ടെ. അവസാന ഭക്ഷണം എടുത്തു വെച്ചു. അല്ലാ, പടച്ചവനെ, എല്ലാവരും ചുറ്റുഭാഗത്തിരുന്നു. അനസ് എന്ന് പറയുന്ന 11 വയസ്സുകാരമതോ പട്ടിണിയാണ്. വിശക്കുന്ന വയറോട് ഭക്ഷണത്തിലേക്ക് ആർത്തിയോടുകൂടി നോക്കുകയാണ്. പടച്ചവര്, അവസാനം തന്റെ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞതുപോലെ, അബൂ തൽഹാ, ഇന്നലെ വിളക്കണച്ചിട്ട് നീ വീട്ടിൽ നടത്തിയ വിരുന്നുണ്ടല്ലോ, അത് അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു അബൂ തൽഹാ. അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങെങ്ങനെ അറിഞ്ഞു നബിയേ? അങ്ങെങ്ങനെ അറിഞ്ഞു നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവര്, നിങ്ങളുടെ മുന്നിലേക്ക് സംഘാടകർ ബക്കറ്റുമായി കടന്നു വരികയാ. ആ അൻസാരിങ്ങളുടെ സ്വഭാവം ഒന്ന് കാണിക്കാൻ കഴിയുമോ? ആ അൻസാരിങ്ങൾക്കുണ്ടായിരുന്ന ഗുണമൊന്ന് നിങ്ങൾക്കും ഉണ്ടാക്കാൻ കഴിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. ഈ ബക്കറ്റുമായി മുന്നിലേക്ക് കടന്നു വരുമ്പോ പടച്ചവരെ, ഒരു പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു നന്മ ചെയ്തിട്ട് പിരിയോ, ഒരു സദഖ കൊടുത്തിട്ട് പിരിയോ. എന്റെ പ്രിയമുള്ളവരെ, മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചറപ്പിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരു സദഖ കൊടുത്തോ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഈ ഒന്നാമത്തെ രാത്രിയില്, മുഹറത്തിന്റെ ഒന്നാമത്തെ രാത്രിയില് ഇവിടെ നിന്ന് സദഖ ചെയ്തിട്ട് പിരിയുന്ന മുസ്ലിമേ, നിന്റെ വീട് കാണാ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും. മുസ്ലിമേ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ. നിന്റെ വീട് കാണാൻ വരുന്ന ദിവസമാണ്. നിന്റെ വീട് കാണാൻ വരുന്ന ദിവസമോ പടച്ചവരെ, ജീവിതത്തിന് നിസ്സാരമായി വിലയല്ലേ ഉള്ളൂ. എവിടെ വെച്ചാണ് അവസാനിക്കുന്നതെന്നറിയില്ലോ. പടച്ചവരെ, 2-3 ദിവസം മുമ്പ് അല്ലാഹുവേ, എന്റെ ഫോണിൽ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു. പരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരനാ. ഉസ്താദ്, ഭാര്യ പ്രസവിച്ച് കിടക്കുകയാണ്. ആലപ്പുഴയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ച് കിടക്കുകയാ. ആ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയെ കാണാ, തന്റെ കുഞ്ഞിനെ കാണാ പോയതാ. ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് സ്വപ്നങ്ങളും തന്റെ പൊന്നാര കുഞ്ഞിനും ഒന്ന് കാണണമെന്ന കൊതിയോടെ തന്റെ വീട്ടിൽ നിന്ന് ബൈക്കുമായി ഇറങ്ങിയ ചെറുപ്പക്കാരനാ. അല്ലാഹുവേ, പോകുന്ന വഴിയില് അതാ ഒരു വണ്ടി വന്നിടിച്ച ചെറുപ്പക്കാരൻ തെറിച്ച് റോഡിലേക്ക് വീഴുകയാണ്. അരമണിക്കൂറോളം ആ റോഡിൽ കിടന്നു. ആരും അവനെ തിരിഞ്ഞു നോക്കിയില്ല. ഇടിച്ചവര് പോലെ പടച്ചവനെ വണ്ടി നിർത്താതെ കടന്നുപോയി. അല്ലാ, അവസാനം അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഏതോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അല്ലാ, ആ
ചെറുപ്പക്കാരന്റെ കാലുണ്ടല്ലോ പടച്ചവനെ 10-30 വയസ്സിന്റെ ഇടയ മാത്രം പ്രായമുള്ള ചെറുപ്പക്കാർ, ഉസ്താദന്മാരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ, അല്ലാ അവന്റെ കാല് മുട്ടിന്റെ താഴെ വെച്ചങ്ങ് മുറിച്ചു മാറ്റുകയാ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ചെറുപ്പക്കാരാ, ആ പൊന്നുമോന്റെ കാലുമുട്ടിന്റെ ഭാഗം വെച്ച് മുറിക്കുകയാണ്. വല്ലാത്ത വേദനയായിരുന്നു. പടച്ചവനെ കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, അല്ലാ മുട്ടിന്റെ മുകളിൽ വെച്ച് രണ്ടാമതും അവന്റെ കാല് മുറിക്കണം. അല്ലാഹുവേ തുടയുടെ ഭാഗത്ത് വെച്ചവന്റെ കാല് മുറിക്കുകയാ. അല്ലാഹുവേ അരഭാഗം വെച്ച് കാല് മുറിച്ചു മാറ്റി. റബ്ബേ വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുകയാ. പരിസരത്ത് കിടക്കുന്ന രോഗികൾക്ക് പോലും ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം അത്രയ്ക്കും വല്ലാത്ത വേദനയാണ്. എന്തു മരുന്ന് കടിച്ചിട്ടും അവന്റെ വേദന മാറുന്നില്ല. അല്ലാഹുവേ കാലതാ അരയിൽ വെച്ച് മുറിച്ചു മാറ്റി. പടച്ചവനെ ഡോക്ടർ മൂന്നാമത് പറഞ്ഞതെന്തെന്നറിയുമോ? അവന്റെ കയ്യും മുറിച്ചു മാറ്റണമെന്നാണ്. അവന്റെ കയ്യും മുറിച്ചു മാറ്റണമെന്നാ. അവസാനം അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. പടച്ചവരെ അവിടെയും പറഞ്ഞവന്റെ കൈ മുറിച്ചു മാറ്റണം. ആരോ പറഞ്ഞു പാവപ്പെട്ടവനാണ്, ആരോ പറഞ്ഞു അടുത്ത പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ അല്ലാഹുവേ എന്തെങ്കിലും രക്ഷയുണ്ടാകുമെന്ന് പറഞ്ഞ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്നു. അല്ലാ അവിടെയും ഡോക്ടർ പറഞ്ഞു 1% പോലും ഉറപ്പില്ല, മുറിച്ചു മാറ്റലല്ലാതെ ഒരു വഴിയുമില്ല. പാവപ്പെട്ട ചെറുപ്പക്കാരനോട് പറഞ്ഞു 10 ലക്ഷം രൂപയാണ് ഓപ്പറേഷന് വേണ്ടത്. അല്ലാഹുവേ ആ ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് വിളിച്ചപ്പോ എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് തോന്നി. ഒരു ബന്ധവുമില്ല, കേവലം ഒരു ഫോൺ വിളിച്ചപ്പോ ആ ചെറുപ്പക്കാരനെ കാണാ കടന്നു ചെന്നപ്പോ അല്ലാ പടച്ചവരെ ഈ വഅദിന്റെ സദസ്സിലെ ദുആഇന്റെ മഹത്വമറിയണോ? മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്താ കിട്ടുന്ന മഹത്വമറിയണോ? അവസാനം ആ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചവരെ പുഞ്ചിരിക്കുന്ന മുഖത്തോട് അവൻ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തിയില്ല, അവനൊരു പരാതിയുമില്ല. തന്റെ കാല് മുറിച്ചു മാറ്റി തന്റെ കൈ മുറിക്കണമെന്ന് പറഞ്ഞിട്ടും പടച്ചവനെ അവനൊരു വിഷമവുമില്ല. പടച്ചവനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അവനതാ സംസാരിക്കുകയാണ്. അവസാനം പിരിയുന്ന സമയത്ത് അവൻ പറഞ്ഞു, ഉസ്താദേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. 1% പോലും ഡോക്ടർമാർ അവനോട് അതാ ഇത് സക്സസ് ആകുമെന്ന് പറയുന്നില്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണെന്ന് പറഞ്ഞു പിടിയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് വേദനകൾ സഹിച്ച് ഉസ്താദേ വേദന സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ ചെറുപ്പക്കാർ ഇന്ന് ഈ വാളവൻ ലൈവായി കേൾക്കുന്നുണ്ട്. ഈ സദസ്സിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു, ഉസ്താദേ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു, വഅദിന്റെ സദസ്സിലെ ദുആ അല്ലാഹു സ്വീകരിച്ചു. എന്റെ പ്രിയമുള്ളവരെ ആ ചെറുപ്പക്കാരന്റെ കൈ മുറിച്ചു മാറ്റിയില്ല. ആ ചെറുപ്പക്കാരന്റെ കൈ മുറിച്ചു മാറ്റിയില്ല. അവന്റെ തുടയിൽ നിന്ന് അവന്റെ കയ്യിലേക്ക് മാംസം വെട്ടിവെച്ചു. 1% പോലും ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി അല്ലാഹുവേ അവന്റെ അതാ ആ വെട്ടിമുറിച്ചു വെച്ച ആ മാംസത്തിലൂടെ രക്തമോടാൻ തുടങ്ങി. ഇന്ന് വിളിച്ചു പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണേ. 6 മാസം എനിക്ക് വല്ലാത്ത വേദനയാ. 6 മാസം ഈ വേദന സഹിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്ക് അല്ലാഹു സ്വർഗ്ഗം തരുമല്ലോ, എന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 10 ലക്ഷം രൂപ വേണം. പടച്ചവനെ 1 രൂപ പോലും എന്റെ കയ്യിലില്ല. രോഗിയായ വാപ്പയാ. പടച്ചവനെ ഞാൻ കടന്നുപോയ ദിവസം നാട്ടുകാര് അവന്റെ വീടിന്റെ പരിസരത്തുള്ളവർ പിരിച്ച് 21,000 രൂപ കൊണ്ടുകൊടുത്തിട്ടാ ബില്ലടച്ചത്. ഇറങ്ങുന്ന സമയത്ത് എന്റെ കയ്യിലിരുന്നത് ഉള്ള പൈസ മുഴുവനും അവന്റെ കയ്യിൽ എടുത്തു കൊടുത്തിട്ടാ പിരിഞ്ഞത്. എന്ത് ചെയ്യണമെന്നറിയില്ല. എന്റെ പ്രിയമുള്ളവരെ, കാല് തന്നതല്ലയാടാ പൊന്നുമോര്, കൈ തന്നതല്ലയാടാ പൊന്നുമോര്, വീട് തന്നതല്ലാഹുവാ പൊന്നുമോര്. പടച്ചറപ്പിനെ മറന്നു പോകല്ലേ. ഇതെല്ലാം എടുത്തു കളയാൻ അല്ലാഹുവിന് കഴിവുണ്ടെന്ന് നീ മറന്നു പോകരുത്. അതുകൊണ്ട് നല്ല കാര്യത്തിന് വേണ്ടി മുഹറത്തിന്റെ 1-ാമത്തെ രാത്രി നിന്റെ മുന്നിലേക്ക് ഇവർ കടന്നു വരികയാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു
സദക്കയിട്ടോ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹു നിനക്ക് എന്തെങ്കിലും വിപത്ത് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സദക്കയത് തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, വിപത്തുകളെ തട്ടിമാറ്റാൻ കഴിവ് സദക്കയ്ക്കുണ്ട്. അതുകൊണ്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ, ആ പൊന്നുമോന് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. അവന്റെ വേദനകൾ കുറച്ചു കൊടുക്കണേ അല്ലാ. പൊന്നുമോന് നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഉസ്താദേ, ഞങ്ങളുടെ മയ്യത്ത് ചുമക്കേണ്ടവനായിരുന്നു, ഞങ്ങളുടെ മയ്യത്ത് ഇമാമത്ത് നിൽക്കേണ്ടവനായിരുന്നു എന്ന് പൊട്ടിക്കരഞ്ഞു പോയ ഉമ്മ, ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയിട്ടോ. അല്ലാഹു നിന്റെ കാല് മുറിച്ചു മാറ്റൂല, നിന്റെ കൈ വെട്ടിമുറിക്കൂല, നിന്റെ ശരീരം അതാ വെട്ടിമുറിക്കേണ്ട രോഗങ്ങൾ തരൂല, പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിക്കുന്ന മരണം നിനക്ക് തരൂല. സദക്ക കൊടുത്താ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലമെന്ത്? അല്ലാഹു നിന്റെ അവസാനം മനോഹരമാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മോനെ, നിന്റെ അവസാനം മനോഹരമാക്കണ്ടേ ചെറുപ്പക്കാരാ, പൊന്നുമക്കളെ. നല്ല മരണം വേണോ? നല്ല മരണം വേണോ? പെങ്ങളെ, നല്ല മരണം കിട്ടണോ? മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയിട്ടാ എങ്ങനെ മരിക്കാമെന്നറിയുവോ? എങ്ങനെയാണ് മരിക്കേണ്ടതെന്നറിയുവോ? വെള്ളിയാഴ്ച രാവിലെ പടച്ചവരെ നിസ്കാരം കഴിഞ്ഞിട്ടിരിക്കുന്ന വുളുവോടുകൂടി ഇരിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാണ്. സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാണ്. ആ സ്വർഗത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇർജീലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ടിട്ട് മരിക്കണം ചെറുപ്പക്കാരാ. അതിനു വേണ്ടിയുള്ളതാ പൊന്നുമോര്, അതിനു വേണ്ടിയുള്ളതാ പൊന്നുമോര്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന നാല്, ഇന്ന് നിങ്ങളുടെ വീട് കാണാ. ഈ മുഹറത്തിന്റെ ഒന്നാമത്തെ രാത്രി നിന്റെ കുടില് കാണോ. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന ദിവസമാ. ആ സ്വഹാബികളുടെ ഗുണം നിങ്ങൾക്കുണ്ടാകട്ടെ, അൻസാരികളുടെ ഗുണം നമുക്കുണ്ടാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഹിജറ തരുന്ന മൂന്നാമത്തെ പാഠം എന്തെന്നറിയുവോ? ഹിജറ തരുന്ന മൂന്നാമത്തെ പാഠം, എന്റെ പ്രിയമുള്ളവരെ, പാവങ്ങളെ മറന്നു പോകരുത്, പാവങ്ങളെ മറന്നു പോകരുത്. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നോ, അല്ലാ പടച്ചവനെ, ഇവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഇവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരക രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എന്റെ വയല് നിർത്തുകയാ. ഹിജറ നമുക്ക് തരുന്ന 3 പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നമുക്കിന്ന് ഹിജറയില്ല, ഇപ്പൊ ഹിജറയില്ല. പക്ഷെ നമ്മുടെ ഹിജറ എന്തെന്നറിയോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ ഹിജറ എന്ന് പറഞ്ഞാൽ നമുക്കും ഹിജറയുണ്ട്. ഹിജറയ്ക്ക് 3 പ്രതിഫലം. ഹിജറ ചെയ്യുന്നവർക്ക് അള്ളാഹു 3 പ്രതിഫലം തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹിജറ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹിജറ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക, അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുക. നമ്മുടെ ഹിജറ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യം, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അള്ളാഹു ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യലാണ് നമ്മുടെ ഹിജറ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത്തഖിൽ മഹാരിമാ തകുൻ അഗ്ബദന്നാസ്.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ ഹിജ്റ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചതനുസരിക്കുക, അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം ഉപേക്ഷിക്കുക. ഇതാണ് നമ്മുടെ ഹിജ്റ. ഇതിന്റെ പ്രതിഫലം സ്വർഗമാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുക. ഒരു പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ കഴിഞ്ഞു പോയതൊക്കെ വൻപാപങ്ങൾ, ഒരുപാട് പാപങ്ങൾ ഞാനും നിങ്ങളും ചെയ്തവർ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ആ പാവങ്ങൾ മുഴുവനും ഈ സ്വർഗത്തിൽ കഴുകിക്കളയണം. ആലിമീങ്ങളും ഉസ്താദന്മാരും പണ്ഡിതന്മാരും ഹാഫിളീങ്ങളൊക്കെ ഇരിക്കണ ഈ സദസ്സിൽ. ഹജ്ജിന് പോയിട്ട് വന്നവരുണ്ട്, ഒരുപാട് പേര് ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ദിവസം വരെ ചെയ്തു കൂട്ടിയത് മുഴുവനും ഈ സദസ്സിൽ വെച്ച് കഴുകിക്കളഞ്ഞിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് ഇവിടെ നിന്ന് പിരിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരുപാട് കൊല്ലം ജീവിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഇന്ന് കാണിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ, ഇന്നത്തെ ഓരോ ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ ശൈലികൾ പറയാൻ കഴിയില്ല. വല്ലാത്ത മോശമായ രീതിയിൽ, വല്ലാത്ത മോശമായ അവസ്ഥയിൽ ഇന്നത്തെ ചെറുപ്പക്കാർ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളായി കഴിയുന്ന ഒരു സാഹചര്യം. എല്ലാം ഒഴിവാക്കണം സഹോദരങ്ങളെ, എല്ലാം ഒഴിവാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെ ജീവിക്കണമെന്നറിയുവോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വമിനന്നാസി മയ്യശ്രി നഫ്സഹു ബിത്തിഗാഅ മർളാത്തില്ലാ വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അള്ളാഹിന് കൊടുക്കണം ഈ ജീവിതം. ഇനിയുള്ള കാലം അള്ളാഹിന് വേണ്ടി കൊടുക്ക്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ പഠിക്ക്. അങ്ങനെ ജീവിച്ച പകരം അള്ളാഹു നമുക്ക് സ്വർഗം തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാഴ്ന്നു നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മുസ്ലിമായി ഒരുപാട് കാലം ജീവിച്ചവരാ. ഒരുപാട് കാലം ജീവിക്കണമെന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്കണം. ഈ സഹാബി മരിച്ചപ്പോ അള്ളാന്റെ അർശ് പോലും കുലുങ്ങിപ്പോയെന്ന. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, ഈ ചെറുപ്പക്കാരനായ സ്വഹാബി മരിച്ചപ്പോ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങിപ്പോയി. എത്ര കൊല്ലവാ എന്റെ പ്രിയപ്പെട്ടവരെ? 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36-ാമത്തെ വയസ്സിൽ വഫാത്തായി. 6 കൊല്ലവാ മുസ്ലിമായി ജീവിച്ച്. 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച് ആ സ്വഹാബി മരിച്ചപ്പോ അള്ളാഹുവിന്റെ അർശ് പോലും കുലുങ്ങിപ്പോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ മക്കളെ ജീവിതം. അതാണ് 6 കൊല്ലവേ ജീവിച്ചുള്ളെങ്കിലും 6 കൊല്ലവേ ജീവിച്ചുള്ളപ്പോഴും ഈമാൻ ഉറച്ചു കഴിഞ്ഞപ്പോ അള്ളാഹിനെ ഭയന്നിട്ട് അങ്ങോട്ട് ജീവിച്ചപ്പോ അള്ളാഹു കൊടുത്ത പ്രതിഫലറിയോ? ആ സ്വഹാബിക്ക് അള്ളാഹു കൊടുത്ത പ്രതിഫലറിയോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് പഠിക്കാനുള്ള ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36-ാമത്തെ വയസ്സിൽ വഫാത്തായി. അല്ലാഹ് 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോഴാണ് മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പിന്റെ അർശ് പോലെ കുലുങ്ങിപ്പോയത്. പടച്ചവരെ, ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരൻ മരിച്ചു കിടന്നപ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. ഈ ചെറുപ്പക്കാരൻ മരിച്ചു കിടന്നപ്പോ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അതാ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്നുണ്ട്, എന്റെ പ്രിയമുള്ളവരെ, ഈ ചെറുപ്പക്കാരന്റെ ജനാസയുണ്ടല്ലോ, കബറടക്കുന്നതിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് അതാ മയ്യത്ത് കട്ടിൽ എടുത്ത് വെച്ചിട്ട് ലാ ഇലാഹ എന്ന് പറഞ്ഞുകൊണ്ട് ജനാസ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനതാ തള്ളവിരൽ കുത്തികെട്ടാണ് നടന്നു പോകുന്നത്. പ്രവാചകന് തള്ളവിരൽ കുത്തികെട്ട് നടന്നു പോവുകയാണ്. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ നബിയേ, പ്രവാചകന് തള്ളവിരൽ കുത്തികെട്ടാണ് നടന്നു പോകുന്നത്. നടക്കാൻ സ്ഥലമില്ലാത്തതുപോലെ തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാ. ജനാസ ചുമന്നു കൊണ്ടുപോകുന്ന സ്വഹാബത്ത് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സഹാബാ, മയ്യത്ത് ചുമക്കുന്നത് മലക്കുകളാണ് സഹാബാ.
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. നടക്കാ സ്ഥലമില്ല സഹാബ, എനിക്ക് നടക്കാ സ്ഥലമില്ല. 70,000 മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം അള്ളാഹുവിന്റെ പ്രവാചകന് തള്ളവിരൽ കുത്തികെട്ടാണ് നടന്നു പോകുന്നത്. ആ ചെറുപ്പക്കാരന്റെ ജനാസ ചുമന്നത് മലക്കുകളായിരുന്നു. അള്ളാഹുവിന്റെ മലക്കുകളെ ജനാസ ചുമന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുകയോ, ഈ ചെറുപ്പക്കാരനെ കബറടക്കുന്നതിന് വേണ്ടി അവിടുന്ന് കബറ് കുടിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമായിരുന്നു. മണ്ണിന് പോലും വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് പോലും വല്ലാത്ത സുഗന്ധമായിരുന്നു. പടച്ചവരെ, കബറ് കുടിക്കുന്ന മനുഷ്യൻ അത്ഭുതത്തോട് ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെച്ചു. വീട്ടിലേക്ക് കടന്നു ചെന്ന് നോക്കുമ്പോ മണ്ണ് കസ്തൂരിയായിരിക്കുകയാ. അവസാനം കബറ് കുടിക്കുന്ന മനുഷ്യർ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, സഅദ്, ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്ത് സഅദ്? അതുകൊണ്ട് പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹു നിനക്ക് ഈ പ്രതിഫലം തരണോ? പടച്ചവനെ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കണോ? പടച്ചവനെ, മുഖം പ്രകാശിച്ചുകൊണ്ട് കിടക്കണോ? പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കണോ? നിന്റെ മയ്യത്ത് മലക്ക് ചുമക്കണോ? നിന്റെ മയ്യത്ത് നമസ്കാരത്തിലെ മലക്കുകൾ പങ്കെടുക്കണോ? നിന്റെ കബറിന്റെ അകത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശണോ? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഞാൻ ഓതിയ ഖുർആനിന്റെയും ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും പ്രതിഫലമാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈ പുതുവർഷം അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ളൊരു ജീവിതമാകട്ടെ, അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന ജീവിതമാകട്ടെ. ചെറുപ്പക്കാരായ എല്ലാം വലിച്ചെറിയടാ പൊന്നുമോര്. ഇന്ന് വരെ സംഭവിച്ചത് മുഴുവനും പടച്ചറപ്പിന്റെ മുന്നില് ഈ പുണ്യമായ സദസ്സിലിരുന്ന് കൊണ്ട് നിറകണ്ണുകളോടെ കണ്ണീരിൽ കഴുകിക്കളഞ്ഞിട്ട് ഒരു നല്ല ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്ക ചെറുപ്പക്കാരോ. പെങ്ങളെ, എല്ലാ നിർത്ത് പൊന്നുമോള്, എല്ലാ നിർത്ത് പൊന്നുമോള്. എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുന്നവനാണല്ലോ. 100 കൊല ചെയ്തവൻ അല്ലാഹു പുറത്തു കൊടുത്തല്ലോ. എത്രയോ വ്യഭിചാരികൾക്ക് പുറത്തു കൊടുത്തല്ലോ. എന്തിന് മയ്യത്തിന് വ്യഭിചരിച്ചവന് പോലും അല്ലാഹു പുറത്തു കൊടുത്തല്ലോ. അതുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തിട്ട് പിരിഞ്ഞോ. എന്റെ ചെറുപ്പക്കാരാ, ഇനി നിനക്ക് ഇതുപോലെ ഒരു അവസരം കിട്ടണമെന്നില്ല. പെങ്ങളെ, ഒരു ചാൻസ് ഇതുപോലെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് കിട്ടിയ അവസരത്തില് പടച്ച റബ്ബിനോട് തൗബ ചെയ്തുകൊണ്ട് പിരിഞ്ഞോ. പ്രതിഫലം എന്ത്? ഇന്ന് തൗബ ചെയ്താൽ അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞു ദുആ ചെയ്യാ. ഇവിടെ അഹങ്കരിച്ചുകൊണ്ട് എന്തു പറഞ്ഞാലും നന്നാകില്ലെന്ന മനസ്സോടെ പോകേണ്ടവർക്ക് പോകാ. പക്ഷേ ചെയ്തു പോയത് മുഴുവനും ഇന്നത്തെ ഈ സദസ്സിലിരുന്ന് കൊണ്ട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തിട്ട് പിരിഞ്ഞു പോയാ അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. ഇവിടുന്ന് ദുആ ചെയ്ത് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. നീ എങ്ങാണം മരിച്ചുപോയാ, ഇന്ന് രാത്രി എങ്ങാണം മരിച്ചുപോയാ, പെങ്ങളെ, ഇന്ന് രാത്രി പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തിട്ട് പോകുന്ന നീ എങ്ങാണം ഇന്ന് രാത്രി മരിച്ചുപോയാ, അല്ലാ, നാളെ നിന്റെ മയ്യത്ത് കുളിപ്പിച്ചു കഫൻ തുടിയിൽ പൊതിഞ്ഞിട്ട് അവസാന പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് നിന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിറങ്ങുമ്പോ തൗബ ചെയ്യുന്ന ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി നീ മരിച്ചുപോയി മോരെ. നാളെ ദുഹറിന്റെ സമയത്ത് നിന്റെ ജനാസയുണ്ടല്ലോ. ഇവിടത്തെ പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞു. 6 അടി മണ്ണിലേക്ക് നിന്റെ ജനാസ ഇറക്കി വെക്കുമ്പോ അല്ലാ, നിന്റെ നിന്നെ കബറടക്കുന്ന പള്ളിക്കാട്ടിലെ കബറാളികളുണ്ടല്ലോ, അവർക്ക് നാളെ പെരുന്നാളിന്റെ സന്തോഷമാ. അവർക്ക് നാളെ
ആഘോഷമാ പോലെ, നാളെ അവർക്ക് വല്ലാത്ത സന്തോഷത്തിന്റെ ദിവസമാ. എന്തുകൊണ്ടെന്നറിയുവോ? തൗബ ചെയ്ത മനുഷ്യന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോ അവന്റെ ബർക്കത്ത് കൊണ്ട്, അവന്റെ മഹത്വം കൊണ്ട്, അവന്റെ ഖബറിന്റെ ചുറ്റുഭാഗത്ത് കിടക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തൗബ ചെയ്ത നിന്റെ മഹത്വം കൊണ്ട് നിന്റെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഖബറാളികള് അവർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കും. ചെറുപ്പക്കാരാ, വാപ്പാ, നിന്റെ പരിസരത്ത് കിടക്കുന്നവർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കും. പൊന്നു പെങ്ങളെ, നന്നാകു പൊന്നുമോള്. എല്ലാ അഹങ്കാരവും ഒഴിവാക്ക് പൊന്നുമോള്. എല്ലാ ഹറാമും ഒഴിവാക്ക് പൊന്നുമോള്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്ക് പൊന്നുമോള്. മരിച്ചാ നീ മാത്രമല്ല രക്ഷപ്പെടുന്നത്, നിന്നെ കബറടക്കുന്ന പള്ളിക്കാട്ടിലെ കബറാളികൾ മുഴുവനും രക്ഷപ്പെടുകയാ. നിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു അവരുടെ പാപം പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ നന്നാകാ മനസ്സില്ലാത്ത യുവത്വേ, തൗബ ചെയ്യാ മനസ്സില്ലാത്ത പെങ്ങള്, നിന്റെ ജനാസ പള്ളിക്കാട്ടിലെങ്ങാടെ കൊണ്ടുപോയാ നാളെ കബറടക്കുന്നതിന് വേണ്ടി നിന്റെ ജനാസയുണ്ടല്ലോ. ഇവിടത്തെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോ കബറാളികൾ മുഴുവനും കരയുകയാണ്, അവര് മുഴുവനും നിന്നെ ശപിക്കുകയാണ്. എടാ വൃത്തികെട്ടവര്, നശിച്ച പെണ്ണ്, എല്ലാരും നിന്നെ ശപിക്കുകയാ. ഒരസ്തഗ്ഫിറുല്ലാ പറഞ്ഞാ പോരായിരുന്നു, ഒരസ്തഗ്ഫിറുല്ലാ പറഞ്ഞിരുന്നെങ്കില് അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമായിരുന്നല്ലോ. ഇന്നലെ രാത്രിയും നിനക്കൊരു സദസ് കിട്ടിയതല്ലേ? അള്ളാന്റെ മുന്നിൽ മുഹറത്തിന്റെ ഒന്നാമത്തെ രാത്രി ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാനൊരവസരം കിട്ടിയിട്ട്, തൗബ ചെയ്യാനൊരു സമയങ്ങോ സ്ഥലവും കിട്ടിയിട്ട് നിനക്കറിയുമായിരുന്നല്ലോ ദുആ സ്വീകരിക്കുമെന്ന്. ആ സദസ്സിലിരുന്ന് ഒന്ന് റബ്ബിന്റെ മുന്നിൽ കരയാ മനസ്സില്ലാത്തവനായി പോയല്ലോ. ഖബറാളികൾ മുഴുവനും നിങ്ങളെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ മുന്നിലൊന്ന് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യാം. അള്ളാന്റെ മുന്നില് ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അള്ളാന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, ഇന്ന് വരെ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പുറക്കാറുള്ള ഒരു വഴി പറഞ്ഞിട്ട് പിരിയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചെയ്തു പോയ പാപം മുഴുവനും പുറക്കാറുള്ള ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത പാപം മുഴുവനും കഴുകിക്കളയാ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സുണ്ടോ? കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവനും ചെയ്തു പോയ അപരാധം, അറിഞ്ഞുകൊണ്ട് ചെയ്തത്, അറിയാതെ ചെയ്തത്, കള്ള് കുടിച്ചത്, വ്യഭിചരിച്ചത്, കാമുകിയുടെ കൂടെ കറങ്ങിയത്, പലിശ തിന്നത്, നിസ്കരിക്കാത്തത്, ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിൽ കഴുകിക്കളയാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനില് ഒരു സൂറത്ത് ഓതിയാൽ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപം മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്ന മനസ്സോട് ഏതെങ്കിലും ഒരു മനുഷ്യന് ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഓതിയാ ഓതാനറിയാത്ത ഒരു മനുഷ്യനുമില്ല. ഈ സദസ്സിലിരിക്കുന്ന സർവർക്കും അറിയുന്ന ഒരു ചെറിയ സൂറത്താണ്. ഈ സൂറത്ത് ഓതിയിട്ട് റബ്ബിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് പിരിയാ, നിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ഇന്നത്തെ ഈ ദിവസം വരെ, ഈ സെക്കൻഡ് വരെ, ഈ സംസാരിക്കുന്ന അവസാന നിമിഷം വരെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപവും കഴുകിക്കളയാൻ മനസ്സുള്ളവരൊന്ന് കൈവക്കുകയും ഇന്ന് ഈ സമയം വരെ എല്ലാവരെ പൊക്കുന്നവര് നല്ല പോലെ പൊക്കണം. 1.5 കൈയൊന്നും വേണ്ട, ഉള്ള നല്ല പോലെ. അൽഹംദുലില്ലാ, അള്ളാഹു പുറത്തേരുമാറാകട്ടെ, അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ഒറ്റ സൂറത്ത്
ഖുർആനിലെ ഒരു സൂറത്ത് നെഞ്ച് പൊട്ടിക്കെട്ട് മനസ്സറിഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓതി നോക്ക്, നിന്റെ പാപം മുഴുവനും അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഇൻഷാ അല്ലാഹ് ഓതുവല്ലേ? ഓതല്ലേ? ഓതിയിട്ട് പിരിയല്ലേ? ഇന്ന് ഉമ്മ പ്രസവിച്ച പോലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. മരിച്ച സ്വർഗം അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. ജീവിതത്തിന് വല്ല വിലയുണ്ടോ? നിങ്ങളുടെ ഈ പരിസരത്തും കണ്ടല്ലേ അപ്പൊ ഒരു റമദാൻ മാസത്തിൽ ഒരു 6 പേരും മരിച്ചു അല്ലേ? ആ പള്ളിക്കാരൻ ഞാൻ കണ്ടിരുന്നു. എനിക്ക് പുതുകോട്ട മക്കാമില് വയലിന് പോകുമ്പോ മൻസൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കാം. മൻസൂർ ഹോസ്പിറ്റലിനകത്ത് ജനാസ ഇങ്ങനെ ഇറക്കാം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി. കണ്ടട്ടാ പോയെ പുതുകോട്ട മക്കാമി പോയി വഴുത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പുറകെ കൊണ്ടുവന്നിട്ട് പടച്ചനെ മയ്യത്ത് കുളിപ്പിക്കാം. അവസാനം കൊണ്ടുവന്നിട്ട് JCB മാന്തിയ ഖബർ ഓർമ്മയുണ്ടോന്ന് അറിയില്ല നിങ്ങൾക്ക്. ഒരു JCBക്കകത്ത് പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ വലിയൊരു കുഴിയെടുത്തു. 6 ഖബറും കണ്ടിങ്ങനെ നിരത്തി ഇങ്ങനെ. അല്ലാഹുവേ, അവസാനം പള്ളിയിലെ മയ്യത്ത് നമസ്കാരത്തിന്റെ തിരക്ക് എനിക്ക് അവിടെ വന്നപ്പോ മറക്കാൻ കഴിയാത്തൊരു അനുഭവം ഉണ്ട്. പെണ്ണുങ്ങളോടാ പറയാനുള്ളത്, പെണ്ണുങ്ങളോടാ പറയാനുള്ളത്. നിങ്ങൾ ആലോചിക്കണം, അവസാനം ആ മയ്യത്തുകൾ മുഴുവനും പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് ഇറക്കാം. നെഞ്ചു പൊട്ടുന്ന രംഗം ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത രംഗം. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. ഓരോ ജനാസ ഇങ്ങനെ കൊണ്ടിറങ്ങി. ആണുങ്ങളൊക്കെ പള്ളിയുടെ മുന്നിൽ വലിയ തിരക്ക്. പെണ്ണുങ്ങളുടെ മയ്യത്ത് മദ്രസയിലേക്ക് കൊണ്ടുപോകുമ്പോ 2ാം നിലയിലും പെണ്ണുങ്ങൾ ഇങ്ങനെ നിക്കാ. അല്ലാഹുവേ പടച്ചവൻ, ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ഒരു ചെറിയ കുട്ടിയുടെ ജനാസ ഇങ്ങനെ കൊണ്ടിറങ്ങുമ്പോ തിരക്ക് കാരണം സ്ട്രെച്ചറിന്റെ മുകളിൽ നിന്ന് അങ്ങനെ താഴോട്ട് നിന്ന് മറിഞ്ഞു വീഴാൻ പെട്ടെന്ന് ആൾക്കാർ പിടിച്ചു. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് ചെയ്തെന്തറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് മദ്രസയുടെ 2ാമത്തെ നിലയിൽ നിന്നിട്ട് വീഡിയോ എടുക്കാ ഉള്ള വാപ്പായി കഴിച്ചു കൊടുക്കാൻ നരച്ചേക്ക് അല്ലേ? പിഞ്ചു കുഞ്ഞു നടങ്ങുന്ന ഒരു കുടുംബത്തിലെ 6 പേര് റമളാൻ മാസത്തിൽ നോമ്പ് മുറിക്കാൻ പോയ വഴിയിൽ ആക്സിഡന്റ് പറ്റി മരിച്ചിട്ട് മയ്യത്തൊന്നായി പള്ളിയിൽ നിന്ന് ഇറക്കിയിട്ട് കബറിലേക്ക് കൊണ്ടുപോകുന്ന രംഗത്തിൽ എന്റെ സഹോദരങ്ങളുടെ കാര്യം ഞാൻ പറയില്ല, അത് എടുക്കെടുക്കാതിരിക്കുക. പള്ളിയുടെ 2ാമത്തെ മദ്രസയുടെ 2ാം നിലയിൽ നിന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് വീഡിയോ പിടിക്കുക. ഇങ്ങനെ ആരെ കാണിക്കാനാണോ? അതിനെ പോലും വെറുതെ വിടുന്നില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. പിന്നെ അല്ലേ കല്യാണത്തിന് ഉടുതുണി വിരിഞ്ഞിട്ട് അരിഞ്ഞില്ലെങ്കിൽ വാടിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. കല്യാണത്തിന് ആടിയില്ലെങ്കിലല്ലേ മയ്യത്തുകൾ പോലും. പെങ്ങളെ, എന്റെ പൊന്നുമോളെ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹിലേക്ക് മടങ്ങി പോകേണ്ടവളാണെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉമ്മമാരെപ്പോഴും പറയും, സിറാജ് ഉസ്താദേ പ്രസവത്തിന് അതിന് മരണവേദനയാ ഉസ്താദേ. ആ പറയണതിൽ അല്പമെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ആവൂലായിരുന്നു. എനിക്കറിയത്തില്ല എന്താ പ്രസവ വേദന, ഞാൻ പ്രസവിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് അതിനുള്ള യോഗം ഇല്ലാതെ പോയി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ പ്രസവം നിസാരാന്ന ഇത് പൊതിവലോന്നറിയോ? പ്രസവത്തിന്റെ പ്രതിഫലം വെറുതെയാന്ന് വിചാരിച്ചോ? എന്റെ പ്രിയ പെണ്ണുങ്ങൾ അവരുടെ പ്രസവത്തെ കുറിച്ച് ഇല്ലല്ലേ? പെണ്ണുങ്ങൾക്ക് പ്രസവ വേദന, ആണുങ്ങൾക്കോ അതിനേക്കാളും വലിയ വേദന. അത് ഇവർക്കൊല്ലാം അറിയാവോ? ഇവർക്കൊല്ലാം അറിയോ? പെണ്ണുങ്ങളെ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ കയറ്റി അവരുടെ വേദനയെ കുറിച്ച് എപ്പോഴും പറയും. ഭർത്താവ് ഇങ്ങനെ വെളിയിൽ കാത്തിരിക്കുക, അല്ലെങ്കിൽ ഗൾഫിൽ കിടക്കണ ഭർത്താവ് പാവപ്പെട്ട ഫോണും വെച്ചിട്ടിരിക്കുക. വിളിച്ചു പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. പിന്നെ കൊണ്ടിറങ്ങണവരെ ആ പാവപ്പെട്ടവൻ അനുഭവിക്കുന്ന വേദന എന്താന്ന് ഇന്ന് വരെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സിന്റെ അവസ്ഥ ആലോചിക്ക്. ഞാൻ എന്റെ ഭാര്യ, അള്ളാഹു ആഫിയത്തോട് അനുഗ്രഹിക്കുമാറാകട്ടെ, കൊണ്ടകത്തേക്ക് കയറി. എന്താ സംഭവം? ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ചിലപ്പോ സിസേറിയൻ ചെയ്യാൻ പറഞ്ഞ അവർക്കങ്ങ് പറഞ്ഞിട്ട് പോയാൽ മതി. നമ്മൾ ആ ഒരു അരമണിക്കൂറെങ്കിൽ ആ അരമണിക്കൂർ അള്ളാനെ നെഞ്ചു പൊട്ടിയിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നത് പ്രസവ വേദനയെക്കാളും വലിയ വേദനയാ പെങ്ങളെ. അത് വല്ലാത്തൊരു വേദനയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ നിസ്സാരമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ആ വേദന പോലും നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ ആ വേദന നീ ഒരു സൈന്യം എന്തിന്? ഒരു നല്ല കാറ്റടിച്ചാൽ താഴെ വീഴും. നല്ല ആരോഗ്യമുള്ള ഒരു പനി വന്ന ചുരുണ്ടടക്കണം നമ്മളെ പിടിക്കാൻ 70,000 മലക്കുകളുടെ നേതൃത്വത്തിന്റെ കണ്ണുകൊണ്ട് ലൈവായിട്ട് കാണും. ഇങ്ങനെ ഇറങ്ങിങ്ങിട്ട് വരണത് കാണുന്നത് നീ അങ്ങ് വീഴും, പെടഞ്ഞു വീഴൂടാ. അതാ പറയണേ, നിന്ന നിപ്പിനങ്ങ് വീണു മരിച്ചു. ആ കാഴ്ച കാണുമ്പോ പെടഞ്ഞങ്ങ് വീഴും. വന്നിട്ട് ചുറ്റുഭാഗത്ത് നിന്നിട്ട് മലക്ക് പറയും, വിളിക്കടാ, ആരെ വേണമെങ്കിലും നീ വിളിച്ചോ. ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ.
ഒരുപാട് പേരുണ്ടായിരുന്നില്ല നിന്റെ കൂടെ. ആരെ വേണമെങ്കിലും നീ വിളിച്ചോ, നിന്നെ കൊണ്ടുപോവാ. നിന്റെ അവസാനത്തെ വിളിച്ചോ ആരെ വേണമെങ്കിലും. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വകീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. പറയും ആരെ വേണമെങ്കിലും വിളിച്ചോല. ഇല്ലടാ, കിടന്നും മലമൂത്ര വിസർജനം നടത്തിയിട്ട് അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, ചെയ്തത് മുഴുവനും ഇന്ന് ഈ സദസ്സിൽ വെച്ച് കഴുകിക്കളഞ്ഞിട്ട് നമുക്ക് തൗബ ചെയ്തിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്തിട്ട് ഇവിടുന്ന് പിരിയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ച, മക്കളെ, നിന്റെ പ്രതിഫലം ഞാൻ പറയൂല, അത് അള്ളാഹ്ക്ക് അറിയൂ. നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം അതെനിക്കറിയില്ല. പക്ഷെ നിന്റെ മയ്യത്ത് പള്ളിക്കാട്ടി കൊണ്ടുപോയ നിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നിന്റെ ചുറ്റുഭാഗത്ത് കിടക്കുന്നവർക്ക് മുഴുവനും പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.